ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അവർ പ്രതീക്ഷിക്കുന്ന ഒരു അക്കാദമിക് പെർഫോമൻസ് അവർക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന 70% കുട്ടികൾക്കും അങ്ങനെ ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ട്രാപ്പിൽ മലയാളീനെ മാത്രമേ കൊടുത്താൻ പറ്റൂ. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികൾ പല രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. ദേ നോ വാട്ട് ഈസ് എക്സാക്ട്ലി ഗോയിങ് ഓൺ. പക്ഷേ ഇതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് പല കോളേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഫിൽട്ടർ ചെയ്യാൻ നമ്മളെ പാരൻസ് സ്റ്റുഡൻസ് റെഡി ആകണം. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ അഗെയിൻ ഇൻ ട്രാപ്പ്, ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാപ്പ്. ഇവർ ഈ ആഡ് ഓണിന് വേണ്ടിയിട്ട് 1 ലക്ഷം 1.5 ലക്ഷം കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 3000 രൂപ കൊടുത്താൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ്. ഈ നഴ്സിംഗിൽ ഉള്ളൊരു കർണാടകയിൽ, എസ്പെഷ്യലി ഈ ചതി മെയിനായിട്ട് വരുന്നത് കർണാടകയിലാണ്. ഇതിനൊക്കെ വല വിരിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. പാരന്റ്സിനൊരു വലിയൊരു സ്വാധീനം ഉണ്ട് അല്ലേ? നമ്മുടെ പാരൻസും നമ്മൾ ചൂസ് ചെയ്യുന്ന ആ റൂട്ടും ചൂസ് ചെയ്യുന്ന ആളുകളും തെറ്റായി പോയതിന് കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് അവരുടെ പാരന്റ്സിന്റെ അടുത്ത്? നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം കുട്ടികളും സ്വപ്നം കാണുന്ന ഒന്നാണ് അയൽ സംസ്ഥാനങ്ങളിലെ കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ജീവിതം. അതിൽ പെട്ട ഒരാൾ തന്നെയായിരുന്നു കേട്ടോ ഞാനും. പക്ഷേ ഇൻഡെപ്ത് ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി രംഗത്ത് ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മുൻ ക്യാമ്പസ് ലൈവ് എഡ്യൂക്കേഷൻ സർവീസസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഇപ്പോഴത്തെ എഡ്യൂ പ്രൂഫിൻ്റെ ചെയർമാനുമായ മിസ്റ്റർ അൽത്താഫ് നമ്മളുടെ കൂടെയുണ്ട്. വെൽക്കം സർ. താങ്ക് യു ഫോർ ഹാവിങ് മീ. സർ, ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയം കൺസൾട്ടൻസി രംഗത്തുണ്ടെന്ന് പറഞ്ഞു. സോ സാറിന് നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആക്ച്വലി 2016 മുതൽ ഞാൻ ബാംഗ്ലൂരാണ് എൻ്റെ ജീവിതം. ഈ 2016 മുതൽ തന്നെയാണ് ഞാൻ ഈ കൺസൾട്ടൻസി ഫീൽഡിലും അതുപോലെ കരിയർ ഗൈഡൻസ് ഫീൽഡിലും വന്നത്. 2017 10 വർഷമായിട്ട് കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലെയും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ അവർ ഹയർ സ്റ്റഡീസിന് വേണ്ടി എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ വ്യക്തമായ ഒരു കാര്യങ്ങളുടെ ഒരു കിടപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അവർ പ്രതീക്ഷിക്കുന്ന ഒരു അക്കാദമിക് പെർഫോമൻസ് അവർക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അവർ പ്രതീക്ഷിച്ചൊരു ജീവിതമാണോ ആ ക്യാമ്പസിൽ അവർക്ക് ലഭിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന 70% കുട്ടികൾക്കും അങ്ങനെ ആ രീതിയിലുള്ളൊരു എക്സ്പോഷർ കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 70% കുട്ടികൾക്കും അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള അക്കാദമിക് എക്സ്പോഷർ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ്, ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥം അവിടെ ആ രീതിയിലുള്ള ക്യാമ്പസുകൾ ഇല്ല എന്നതല്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ നല്ല ക്യാമ്പസുകളിൽ എത്തിപ്പെടുന്നില്ല. 70% കുട്ടികളും നല്ല ക്യാമ്പസുകളിൽ എത്തിപ്പെടുന്നില്ലെന്നാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. 70% എന്ന് പറയുന്ന സമയത്ത് ഒരു വലിയ എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് തന്നെയാണല്ലേ വരുന്നത്. സോ ഇത്തരത്തിലൊരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു കോളേജിൽ എത്തിപ്പെടാനുള്ള ഒരു മേജർ ആയിട്ടുള്ള കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ എവിടെയാണ് ഇവർക്ക് ശരിക്കും വഴി തെറ്റുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ അവർ വഴി തെറ്റുന്നത്, അവർ ബിലോ ആവറേജ് കോളേജിൽ അവർ എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അഡ്മിഷൻ്റെ സമയത്ത് അവർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന റൂട്ട്, അതല്ലെങ്കിൽ അവർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സമീപിക്കുന്ന ആളുകൾ, അവിടെ ഒരു മിസ്ഗൈഡൻസ് അവർക്ക് ലഭിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ പലരും എത്തിപ്പെടുന്നത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ബാംഗ്ലൂരാണ് ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടിയുടെ സുഹൃത്തോ അതല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ അവരെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അവരെ വിളിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ തരപ്പെടുത്തുന്നത്. ഇങ്ങനെ അഡ്മിഷൻ തരപ്പെടുത്തുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ അവിടെ ബാംഗ്ലൂരിൽ എത്തുന്ന സമയത്ത് ഓൾറെഡി അവരെത്തിയ ക്യാമ്പസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബണ്ടിൽ ഓഫ് മലയാളീസ് കുട്ടികളുള്ളൊരു ക്യാമ്പസിലാണ് അവരെത്തിയത്. സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 70% കുട്ടികൾ യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്യാമ്പസിലല്ല എത്തിപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഈ ക്യാമ്പസുകളിൽ ഇങ്ങനെയുള്ള ക്യാമ്പസുകളിൽ ഇവർ ജോയിൻ ചെയ്ത സമയത്ത് ഈ കുട്ടികൾക്ക് അവർക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത്,
ഞാൻ എന്തിനാണോ ഇവിടെ വന്നത് അതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ക്യാമ്പസ് അല്ല ഇതെന്ന് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും അവർ ഫസ്റ്റ് അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കുട്ടികൾ അവിടുന്ന് വിഡ്രോ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. പല കുട്ടികളും വിഡ്രോ ചെയ്യാനുള്ള, കാരണം അവരെന്താണോ ഉദ്ദേശിച്ച് പോകുന്നത് അത് അവർക്ക് കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ വിഡ്രോ ചെയ്യാൻ നോക്കുന്ന സമയത്ത് കോളേജിനായിട്ട് സമീപിക്കും. മിക്ക കുട്ടികളും അതിന് ശ്രമിക്കാറുണ്ട്, ഇങ്ങനെ ഈ ബിലോ ആവറേജിൽ വന്നു പെടുന്ന കുട്ടികൾ. സ്വാഭാവികമായിട്ടും കോളേജ് സംസാരിക്കുന്ന സമയത്ത് കോളേജ് ഒരിക്കലും അവർ പേ ചെയ്ത ഫീസ് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു നൽകാനോ റെഡി ആവില്ല. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തു, അതോടൊപ്പം ഈ ഒരു മേബി ഒരു 50% ഓഫ് 60% ഓഫ് ഫീസ് അവർ പേ ചെയ്തു. ഐ തിങ്ക് ഒരു 1 or 1.5 അവർ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടാവും. ഈ പണം റിട്ടേൺ തരാൻ കോളേജ് കൂട്ടാക്കില്ല. പിന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ 3 വർഷത്തെ ഫീസും നിങ്ങൾ അടച്ചിട്ട് നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് റിലീസ് ചെയ്യുന്നുള്ള ബോണ്ടിലൊക്കെ പല കോളേജും സൈൻ ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കുട്ടികൾ അറിയുന്നില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധിതമാകുന്നൊരു സിറ്റുവേഷനുള്ളത്. സ്വാഭാവികമായിട്ടും ആ കുട്ടി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധമാകുന്ന സമയത്ത് ആ കുട്ടി പഠനം എന്നുള്ളത് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നല്ല. നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലേക്കോ പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അവൻ വിചാരിച്ച അറ്റ്മോസ്ഫിയർ അവിടെ ഇല്ല, അവൻ വിചാരിച്ച അക്കാദമിക് എക്സ്പോഷർ അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ക്ലാസ്സുകളൊക്കെ ബഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വേറെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് അവർ കൺവേർട്ട് ആവും. ഈ കൺവേർട്ട് ആവുന്ന സമയത്ത് അവർക്ക് യഥാർത്ഥത്തിൽ അവിടെ ജീവിക്കണമെങ്കിൽ നല്ല പൈസ വേണം. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരിക്കലും ഇനഫ് ആവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും, ഈ ഒരു ഏതെങ്കിലും കൺസൾട്ടന്മാർ അതല്ലെങ്കിൽ ആ കോളേജിന് റിലേറ്റഡ് ഒരു ഏജൻ്റൊക്കെ ഉണ്ടാവും ഈ അഡ്മിഷൻ കേരളത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവരായിട്ട് ഒരു ടൈപ്പ് ആയിട്ട് ഞാനൊരു കുട്ടിയെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് തരും എന്നുള്ള ഒരു മൂഡിലേക്കാണ് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ എന്ത് ചെയ്യും, ഒരു റെമ്യൂണറേഷൻ ഇവർക്ക് ഓഫർ ചെയ്യും. അങ്ങനെ ഈ ഓഫർ ചെയ്യുന്ന സമയത്ത് നാളെ ഇവൻ്റെ ഒരു ഫ്രണ്ട് ഒരു അഡ്മിഷന് വേണ്ടി ഇവനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജ് നല്ലതാണോ ചീത്തയാണോ എന്ന് നെഗറ്റീവ് തിങ്സ് പറയാതെ അവൻ ആ മോണിറ്ററി ബെനിഫിറ്റ് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യും, ഈ കുട്ടീനെ സെയിം ക്യാമ്പസിലോ അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാമ്പസിലോ തന്നെ വീണ്ടും കൊണ്ട്, അതൊരു സൈക്കിളാണ്. ആ സൈക്കിളിൽ ഒരിക്കലും മാറ്റം വരുന്നില്ല. ഇവൻ എന്താണോ സംഭവിച്ച അബദ്ധം അത് ഞാൻ കാരണം ഇനി വേറൊരാൾക്ക് അത് സംഭവിക്കരുത് എന്ന് ചിന്തിക്കൂല കുട്ടികൾ. കുട്ടികൾക്ക് എപ്പോഴും അവർക്കൊരു ഫണ്ട് അവരെ കയ്യിലെത്തുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പഠിക്കുന്ന കുട്ടികൾ ത്രൂ നമ്മളെ കുട്ടികളെ, പാരൻസിനോട് പറയാനുള്ളത് നമ്മളെ കുട്ടികളെ ആ രീതിയിലുള്ളൊരു അഡ്മിഷൻ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളുമായിട്ട് നിങ്ങളൊരു സംഭവം ചെയ്തിട്ട് അവരായിട്ട് സംസാരിച്ചതിൻ്റെ ആ ബേസിൽ നിങ്ങളെ കുട്ടികളുടെ അഡ്മിഷൻ പാരൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പോകുന്ന 70% കുട്ടികൾ യഥാർത്ഥത്തിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് ക്യാമ്പസ് ഒന്നും കിട്ടുന്നില്ല. അതേ രീതിയിലേക്ക് തന്നെയാണ് ഈ നമ്മുടെ കുട്ടിയെയും വേറൊരു കുട്ടി മുഖാന്തരം അവിടെ പഠിക്കുന്ന കുട്ടി മുഖാന്തരം അഡ്മിഷൻ ചെയ്താൽ ആ ഒരു സെയിം സംഭവം തന്നെയാണ് നമ്മളെ കുട്ടികൾക്കും സംഭവിക്കാൻ പോകുന്നത്. രണ്ടാമത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്ക അഡ്മിഷൻ സമയത്തും ഈ പാരൻസിന് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളുകൾ എന്ന രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അശ്വതിയുടെ ഒരാൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അശ്വതി ആദ്യം ചെയ്യാം. ബാംഗ്ലൂർ അഡ്മിഷൻ വേണമെങ്കിൽ അശ്വതി സ്വാഭാവികമായിട്ട് അവിടെ അശ്വതിൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ നോക്കും, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും നമുക്ക് എടുക്കാം, അഡ്മിഷൻ എടുക്കാം, കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈയിലാണെങ്കിലും കോയമ്പത്തൂർ ആണെങ്കിലും മാംഗ്ലൂർ വേറെ ഈസ് അവിടേക്ക് സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികൾക്കൊക്കെ ഒരു ഏജൻറ്റുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ നാട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കോള് വരും, ഒരാൾ വരും, ഒരു ഇന്നൊരാളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അനിയനോ ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്താൽ പെർ അഡ്മിഷൻ നിങ്ങൾക്കൊരു റെമ്യൂണറേഷൻ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു മിക്ക മലയാളീസിനുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു ടോക്ക് ഒരു ഏജൻറ്റും ഈ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ടാവും. ഒരു 90% ആൾക്കാർ നടത്തിയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരാളെടുത്താണ് നമ്മളെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാം, പേരൻസോ അതല്ലെങ്കിൽ സ്റ്റുഡൻസോ നമ്മളെ കസിൻ അവിടെയുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ കോൺടാക്ട് ചെയ്യും. അവിടെ യഥാർത്ഥത്തിൽ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഈ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഈ കരിയർ ഗൈഡൻസിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് എന്താണ് ഇൻസൈഡ് കോളേജ് നടക്കുന്നത് അറിയുള്ളൂ. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള IT കമ്പനികളിലോ അതല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും
കോളേജൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും, എന്താണ് ഇൻസൈഡ് കോളേജ് നടക്കുന്നത് ഒരിക്കലും അവർക്ക് അറിയില്ല. പക്ഷെ അവരും അങ്ങനെ ചിന്തിക്കും. സ്വാഭാവികമായിട്ടും അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് ഈവൻ കസിനാണെങ്കിലും അതല്ലെങ്കിൽ നൈബർ ആണെങ്കിലൊക്കെ അവർക്കും ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അവർ കാര്യങ്ങൾ നീക്കുക. സോ ഇങ്ങനെ കാര്യങ്ങൾ നീക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇപ്പോൾ ഇതേപോലൊരു സംഭവം എൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു. ഞാൻ അഡ്മിഷൻ ചെയ്ത് കൊടുത്തൊരു സംഭവം. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുന്നത്, അയാളെ ജ്യേഷ്ഠൻ്റെ മോനെ അഡ്മിഷൻ, ഇയാൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, ജ്യേഷ്ഠൻ ഗൾഫിലാണ്. അപ്പോൾ ജ്യേഷ്ഠൻ ഇയാളെ വിശ്വസിച്ചിട്ട് ബാംഗ്ലൂരിലാക്കുകയാണ് മോനെ. അപ്പോൾ എന്നോട് പറയുന്നത്, അപ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റെമ്യൂണറേഷൻ്റെ കാര്യം, അപ്പോൾ ഇവിടെ ചെയ്താൽ എനിക്കെന്ത് തരും, അവിടെ ചെയ്താൽ എനിക്കെന്തെന്ന് ക്വസ്റ്റ്യൻ സ്വന്തം ജ്യേഷ്ഠൻ്റെ മോൻ്റെ കാര്യത്തിലാണ് ഒരാളിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു കുറച്ച് കൂടുതൽ എവിടെ കിട്ടുന്നത് അവിടേക്ക് നമ്മളെ, കാരണം അങ്ങനെ. അപ്പോൾ അവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ ഈ മോണിറ്ററി ബെനിഫിറ്റ് കൂടുതൽ ഉണ്ടാവും തോറും ഈ കോളേജിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് വരാമെന്നല്ല. ക്വാളിറ്റി ഉള്ള കോളേജിൽ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം, വളരെ കുറവായിരിക്കും. പക്ഷേ ക്വാളിറ്റി എത്രത്തോളം കുറയുന്നു അതിനനുസരിച്ചിട്ട് മോണിറ്ററി ബെനിഫിറ്റ് ഇവർ കൂട്ടും. അവർക്ക് ആവശ്യം സീറ്റ് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഒരു നിങ്ങൾക്കറിയില്ല, ഡിമാൻഡുള്ള സാധനത്തിന് ആ ഒരു വില കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിലാണ് രണ്ടാമത് ഇവിടുന്ന് മിക്ക പാരൻസും അല്ലെങ്കിൽ സ്റ്റുഡൻസും അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന സംഭവം. ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യുന്ന സമയത്തും ഈ കുട്ടികൾക്കും പാരൻസിനും വലിയ രീതിയിലുള്ള മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുക്കാൻ നമ്മളെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന സമയത്ത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ലാത്ത വിഭാഗം എന്ന് പറയുന്നത് ഈ സീസണിൽ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ അഡ്മിഷൻ സീസണിൽ മാത്രം എന്താ പറയുക, ഒരു ഓഫീസ് സെറ്റപ്പ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു ബോർഡെല്ലാം വെച്ചിട്ട് ഒരു സംഭവം ഒക്കെ വെച്ചിട്ട് വരുന്നൊരു സംഭവം. ഇവർ ഒരു അഡ്മിഷൻ്റെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഇവർ ഫോൺ വിളിച്ച് സ്വിച്ച് ഓഫ് ആയിരിക്കും ഫോണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരെ വിളിച്ചാൽ ഒന്നും കിട്ടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3 തരത്തിലും ഒരുപാട് അഡ്മിഷൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവരൊക്കെ ഇവരെ മോണിറ്ററി ബെനിഫിറ്റ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നത് ഇതുപോലത്തെയുള്ള മലയാളികൾ അടിഞ്ഞു കൂടുന്ന ചില ക്യാമ്പസുകളിൽ എത്തുന്നു. സ്വാഭാവികമായിട്ടും മലയാളികൾ ഏതിപ്പോൾ നമ്മളൊക്കെ പൊതുവേ നമ്മൾ കോളേജിൻ്റെ ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പൊതുവേ പറയും മലയാളി കുട്ടികൾക്ക് നല്ല ഐക്യമാണ്, നല്ല ബ്രില്യൻ്റാണ് അവർ. പക്ഷേ ഒരു പരിധിക്കപ്പുറത്ത് മലയാളി കുട്ടികൾ ഒരു ക്യാമ്പസിൽ ഉണ്ടായാൽ ആ ക്യാമ്പസ് പോയാൽ പോകും. കാരണം മലയാളികൾ കൂട്ടം കൂടിയ വലിയ പ്രശ്നമാണ്. പക്ഷേ നേരെ മറിച്ച് ഒരു 60 കുട്ടികളുടെ ക്ലാസ്സിൽ ഒരു 20 മലയാളീസും ഒരു 20 അന്യ തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ ഗുജറാത്തോ മറ്റ് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ ആകുമ്പോൾ സമയത്ത് ഒരു മിക്സ്ഡ് കൾച്ചർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതൊരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് വരും. പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു കൾച്ചർ ആകുന്ന സമയത്ത് ദാറ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷിൽ മാത്രമേ അവർ സംസാരം, അവർ ആശയവിനിമയം, സ്വാഭാവികമായിട്ട് അവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വലുതാവും. പക്ഷെ നമ്മളെ നാട്ടിലെ കുട്ടികൾ ഇങ്ങനത്തെയുള്ള ഈ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ലൈഫ് അല്ലെങ്കിൽ ഇവരുടെ കരിയർ, ഇവരുടെ അക്കാദമിക് കരിയർ സ്പോയിലാവുക ചെയ്യുന്നത്. നമ്മളെപ്പോഴും അഡ്മിഷൻ എടുക്കുമ്പോൾ സമയത്ത് ഞാൻ അഡ്മിഷൻ എടുക്കേണ്ട ആര് വഴി എടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഒരു ഫീൽഡിൽ വളരെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന നല്ല കാലങ്ങളായിട്ട് ഓഫീസ് റൺ ചെയ്യുന്ന, പ്രൊഫഷണലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളെ വെച്ചിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന, വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കൺസൾട്ടൻസികളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളെടുത്ത ഓരോ ജില്ലകളിലും ഉണ്ട് ഇങ്ങനത്തെ നല്ല പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന. ഇവരെ കണ്ടുപിടിച്ചിട്ട് അഡ്മിഷൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം എന്നാണ് ഈ ഒരു സംഭവത്തെ. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിൽ പഠിക്കുന്നതാണോ അല്ലെങ്കിൽ ബാംഗ്ലൂർ, തമിഴ്നാട്, അതുപോലെ കോയമ്പത്തൂർ ഇവിടെയൊക്കെ പഠിക്കുന്നതാണോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മലയാളി സ്റ്റുഡൻസിന് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പം എവിടെ പഠിക്കുന്നതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാനെപ്പോഴും പറയാം, ഒരു പടി മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനർത്ഥം കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണെന്നുള്ളതല്ല. കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ സ്ട്രോങ് തന്നെയാണ്, നമ്പർ 1 എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ പഠനത്തോടൊപ്പം കിട്ടേണ്ട കുറച്ച് ആക്ടിവിറ്റീസുകളുണ്ട്, കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കൊടുക്കുന്ന കോളേജ് ഉണ്ട്, റയറാണ്. പക്ഷേ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഞാൻ തന്നെ അഡ്മിഷൻ ചെയ്തു കൊടുത്ത പല കുട്ടികളെയും പല സെക്ടറുകളും ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. ആക്സെഞ്ചർ, ഇൻഫോസിസ് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ ലാക്ക് സാലറി വാങ്ങുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
അതുപോലെ ഈ പാരാമെഡിക്കൽ മറ്റുള്ള കോഴ്സുകളിലൊക്കെ നഴ്സിങ്ങിനെ ജോയിൻ ചെയ്യിപ്പിച്ച കുട്ടികൾ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ വലിയ വലിയ ഹോസ്പിറ്റലുകൾ നമ്മളെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ BBA BCom BCA കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പിന്നെ അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ എടുത്തിട്ട് നല്ല രീതിയിലെ കമ്മ്യൂണിക്കേഷൻ ലെവൽ അവർ എടുത്തിട്ട് ബെസ്റ്റ് എൻട്രൻസ് എക്സാമുകൾ വിദേശ കൺട്രികളിലെ യു കെയിലൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ചവറ് പോലെ യൂണിവേഴ്സിറ്റികളുണ്ട്, നല്ല അടിപൊളി യൂണിവേഴ്സിറ്റികളുണ്ട്. ഇങ്ങനെയുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ട് അതിൽ പാസ്സായിട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്ന കുട്ടികളും നമ്മളെ കുട്ടികൾ തന്നെയുണ്ട്. അപ്പം ഈ ഒരു കമ്പാരിസൺ നോക്കുന്ന സമയത്ത് കേരളത്തിൽ പഠിച്ച കുട്ടികൾ എത്തിപ്പെടുന്നതിനേക്കാളും ഒരു പടി മുമ്പിൽ എത്തിപ്പെടുന്നത് ഈ ബാംഗ്ലൂരും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഞാനത് വീണ്ടും പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഈ ബാംഗ്ലൂരേക്ക് പോകുക അതല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോകുക എന്നുള്ളത് ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് അവിടെ പോയാൽ കുട്ടികൾ പ്രശ്നമാണ് എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവമില്ല. പ്രശ്നങ്ങൾ കൊച്ചിയിലുണ്ട്, പ്രശ്നങ്ങൾ ട്രിവാൻഡ്രത്തുണ്ട്, പ്രശ്നങ്ങൾ കാലിക്കറ്റ് ഉണ്ട്, പ്രശ്നങ്ങൾ ബാംഗ്ലൂരുണ്ട്, പ്രശ്നങ്ങൾ ചെന്നൈയിലുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ബാംഗ്ലൂർ എത്രയാണോ സാഹചര്യം അത്രത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ന് കൊച്ചിയിലുണ്ട് ഒരു റോങ് റൂട്ടിലേക്ക് പോകാനുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസുകൾ, കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലുകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ മെട്രോപൊളിറ്റൻ സിറ്റികളായ ബാംഗ്ലൂർ, ചെന്നൈ എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങളെ മക്കൾക്ക് ഇവിടെ ഓപ്ഷൻ കിട്ടുന്നത് നിങ്ങൾ എന്ത് കൊടുത്തിട്ട് ഇവിടെ തന്നെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ അവരെ കറക്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസിൽ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ വിട്ടാൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ പ്ലേസ്മെൻ്റ് ആവാനും എല്ലാത്തിനും ഉതകുന്ന രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. പക്ഷേ ആ അറ്റ്മോസ്ഫിയർ നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതിനർത്ഥം കേരളത്തിൽ മോശമാണെന്നല്ല, കേരളത്തിലുണ്ട്, പക്ഷെ ഒരു പടി മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങൾ തന്നെയാണ്. സർ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, മാനേജ്മെന്റ് സ്റ്റഡീസിനും മറ്റുമായിട്ട് അയൽ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾ അവരുടെ ഒരു മേജർ കൺസേൺ, പാരൻസിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് പറയുക, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റണം, എൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ആവണം എന്നുള്ളതാണ് മേജർ കൺസേൺ. പക്ഷേ ഈ കുട്ടികളൊക്കെ എത്തിപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലായിരിക്കും. സോ അവർക്ക് അവരുദ്ദേശിച്ച രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റുമോ? നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ എത്തിപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ മലയാളീസ് മാത്രമുള്ള കോളേജുകളിലാണ് എത്തിപ്പെടുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 50-55 മലയാളി സ്റ്റുഡൻസാണ് നമ്മൾ ഇവിടുന്ന് പോകുന്ന പല ക്യാമ്പസുകളിലും കാണപ്പെടുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ആ റൂട്ട്, നമ്മൾ അഡ്മിഷൻ എടുക്കാൻ സമീപിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ഒരു സംഭവം കറക്റ്റ് പ്രോപ്പർ വേലല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് ഇതുപോലത്തെ ചില ആളുകൾ ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ചില കോളേജുകളാണ് നമ്മളെ കുട്ടികൾ എത്തിപ്പെടുക. സ്വാഭാവികമായിട്ടും ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇവരുടെ വലയിൽ നിന്നല്ല, ഇവരുടെ അടുത്താണ് നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു എമൗണ്ട്, അതായത് ആ ഒരു സീറ്റ് ഫില്ലിങ്ങിനും വേണ്ടി മാത്രം ഒരുപാട് കുട്ടികളെ ബണ്ടിലായിട്ട് എന്ത് ചെയ്യും അവർ പല കോളേജുകളിലും അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ കുട്ടികൾ അക്കാദമിക്കോ എക്സ്പോസ്റ്ററോ മറ്റുള്ള സംഭവങ്ങളോ നോക്കാതെ അവർക്ക് എങ്ങനെയെങ്കിലും സീറ്റ് ഫില്ല് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരുപാട് മലയാളി കുട്ടികൾ ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കും. ഈ ഒരു സമയത്ത് ഇവരെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർക്കത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നില്ല ഒരു 60-70% കുട്ടികൾക്കും. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് പറയും ഈ കോളേജിൽ ഇത്ര ഫെസിലിറ്റീസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെയാണ് അക്കാദമിക് പെർഫോമൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ വീണു പോകുന്നുണ്ടോ? ഇതിന് പിന്നിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണോ? യഥാർത്ഥത്തിൽ ഒരു നല്ല ഡിമാൻഡ്, നമ്മളൊരു കോമൺ മൈൻഡിലിട്ട് ആലോചിച്ചാൽ മതി. നല്ല ഡിമാൻഡുള്ളൊരു കോളേജിന് ഒരിക്കലും വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് വേണ്ടി വരില്ല. കാരണം അവിടെ അവർക്ക് സ്റ്റുഡൻസിനെ കിട്ടാനുള്ള സംഭവങ്ങൾ, അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും മറ്റുള്ള കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഓൾറെഡി കുട്ടികൾ അവിടെ എത്തും. ഇങ്ങനെ കുട്ടികൾ എത്താത്ത കോളേജുകളാണ് യഥാർത്ഥത്തിൽ
എന്ത് ചെയ്യുന്നത്, വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കും ഒരുപാട്, 100% പ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു സംഭവം കൊടുക്കും. അതുപോലെ നല്ല ഐസ്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, നല്ല പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യും. ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വന്നിട്ട് ഞാൻ ഈ കോളേജിലാണുള്ളത് എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു സമയത്ത്, ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു കൺസൾട്ടൻസി മുകളിൽ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്തും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറ് കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പം ഈ ഒരു ക്യാമ്പസ് ലൈവ് എന്നുള്ളതിൽ നിന്ന് എഡു പ്രൂഫിലേക്ക് ഞാൻ മാറിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരുപാട് ദോഷവശങ്ങൾ നമുക്ക് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഇനിയുള്ള നമ്മളെ കാണുന്ന, നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഇനിയുള്ള അഡ്മിഷൻസ്, നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ഇനി ആ തരത്തിലുള്ള അബദ്ധങ്ങളിൽ പെട്ട് ചാടരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എഡു പ്രൂഫ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻഫ്ലുവൻസർ എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് പറയും നിങ്ങൾ ഏത് കോളേജിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്, ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ് അയക്കാൻ പറയും. കാരണം അവർക്ക് ചെക്ക് ചെയ്യണം അതിൻ്റെ ക്രെഡിബിലിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ മാർക്കറ്റിംഗ് ഒരു വളരെ ഭംഗിയായിട്ട് ആരാണോ മാർക്കറ്റ് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് കുട്ടികളെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BBA ഏവിയേഷൻ എന്നുള്ളൊരു കോഴ്സ്, ഈ BBA ഏവിയേഷൻ എന്നുള്ള കോഴ്സിന് അവർ തയ്യാറാക്കുന്നൊരു പോസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പോസ്റ്റർ ഒരു കുട്ടി ഫ്ലൈറ്റിലേക്ക് ബാഗ് എടുത്ത് ഇങ്ങനെ നടന്നു കയറുന്നൊരു ചിത്രം. ഓക്കെ, അപ്പോൾ നമ്മളെ കുട്ടികൾ BBA ഏവിയേഷന് വേണ്ടി പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ഈ ഒരു പിക്ചറാണ് കാണേണ്ടത്. ഇപ്പോൾ ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് +2 കഴിഞ്ഞ മക്കളല്ലേ, സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുക ഞാൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിൽ എത്തിയാൽ സ്വാഭാവികമായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ രീതിയിലുള്ള ഇൻറ്റേൺഷിപ്പും ഈ രീതിയിലുള്ള ജോബുമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്ന കോളേജുകളുണ്ടല്ലോ, ഒരു എയർലൈൻ കമ്പനി പോലും വരാത്ത ഒരുപാട് കോളേജുകളുണ്ട്. 100% ജോബ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. പക്ഷേ ഈ 100% ജോബ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഈ പല പോസ്റ്ററുകളും ഏത് കോളേജിൻ്റെ കീഴിലാണ് ഇറങ്ങുന്നത്, ആ ഒരു കോളേജിൽ ഒരു പ്ലേസ്മെൻറ്റ് കമ്പനി പോലും വരാത്ത കോളേജുകളുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇവർ 100% പ്ലേസ്മെൻറ്റ് കൊടുക്കുക? ഇങ്ങനെയുള്ള വളരെ ഭംഗിയായിട്ട് ആർക്കാണോ പോസ്റ്റർ ഡിസൈൻ, ഏത് കോളേജിൻ്റെ മാർക്കറ്റിംഗ് ടീമിനാണോ വളരെ ഭംഗിയായിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നല്ല വീഡിയോ ചെയ്യാൻ പറ്റുക, മാർക്കറ്റിലൊരു കോളിളക്കം സൃഷ്ടിക്കാൻ പറ്റുക, അവർക്ക് നല്ല അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മലയാളികളുടെ ഈ ഒരു മനോഭാവം, ഇപ്പോൾ ഒരു പെട്ടെന്ന് ചാടിയെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നൊരു മനോഭാവം, അത് ശരിക്കും ഈ ഒരു ഹയർ സ്റ്റഡീസിന് അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ അബദ്ധങ്ങളിലാണ് അവരെത്തിപ്പെടുന്നത്. സാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ച്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഭയങ്കരമായിട്ട് സുപരിചിതമായിട്ടുണ്ട്. അതായത് ബിസിനസ് കോഴ്സിന്റെ കൂടെ സൈബർ സെക്യൂരിറ്റി, അതുപോലെ BBAന്റെ കൂടെ ഏവിയേഷൻ, ഇങ്ങനെ ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ കാണാറുണ്ട്. ഇതിന് പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ മാർക്കറ്റിങ്ങിലെ ഒരു ടെക്നിക്കാണ് ഈ നോർമൽ കോഴ്സുകളുടെ കൂടെയുള്ള ചില ആഡ് ഓൺ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ BCAൻ്റെ കൂടെ സൈബർ സെക്യൂരിറ്റി, BCAൻ്റെ കൂടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, അല്ലെങ്കിൽ BCOMൻ്റെ കൂടെ ACCA, ഇങ്ങനെയുള്ള ഒരുപാട് ആഡ് ഓൺ പ്രോഗ്രാംസിൻ്റെ പോസ്റ്റേഴ്സ് നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ കേരളീയരെന്ന് തന്നെ പറയാം, ഈ ഒരു ആഡ് ഓൺ കോഴ്സിൻ്റെ ഒരു സംഭവം കണ്ടിട്ടാണ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിനൊക്കെ, അതല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളാണെങ്കിലും എസ്പെഷ്യലി മാനേജ്മെൻറ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് കുട്ടികൾ ഈ ഒരു ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ ആ ഒരു ഹൈലൈറ്റ് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിൽ പല കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ ഒരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഡ് ഓൺ പ്രോഗ്രാം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ BCAൻ്റെ കൂടെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ഈ BCAൻ്റെ കൂടെ സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ആഡ് ഓൺ പ്രോഗ്രാം, ഞാൻ എല്ലാത്തിൻ്റെയും നെഗറ്റീവ് പറയല്ല. ഒരു 10 കോളേജ് നമ്മളെടുത്താൽ ഇതിലൊരു 2 കോളേജ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും സൈബർ സെക്യൂരിറ്റിയും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു സബ്ജക്റ്റിൽ. നേരെ മറിച്ച് 8 കോളേജസ് എന്താ ചെയ്യുന്നത്, ഈ കുട്ടികളെ പിടിക്കാനുള്ളൊരു ടൂളായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോളേജിൽ BCA ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്ന് കണ്ട്
ഒരു കുട്ടി അവിടെ വിളിച്ചിട്ട് എനിക്ക് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ ഡാറ്റ സയൻസ് വേണം, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് വേണം എന്ന് പറയുമ്പോൾ ആ പോസ്റ്ററിൽ അത് ഇല്ലെങ്കിൽ ഈ കോളേജിൻ്റെ ആൾ പറയും അതുണ്ടല്ലോ നമുക്ക് തരാം. കാരണം ഇവരൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഈ അഡ്മിഷൻ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മെഷീൻ ലേണിംഗ് വേണോ തരാം. കാരണം ഈ ടൂൾ അവർ യൂസ് ചെയ്യുന്നത് ഈ അഡ്മിഷൻ എന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിന് മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി എൻ്റെ അടുത്തൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു. കാരണം അവന് ബാംഗ്ലൂർ ഒരു കോളേജിൽ പഠിക്കുകയാണ്. ഈ ബാംഗ്ലൂർ ഈ കോളേജിൽ വന്ന് പഠിക്കുന്ന സമയത്ത് 3 വർഷം കഴിഞ്ഞിട്ട് അവൻ എടുത്ത കോഴ്സ് BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈ സൈബർ സെക്യൂരിറ്റി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് ഈ കോളേജിൽ ഞാൻ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കോളേജിൽ നീ നോക്ക്, വേറെ ഏതെങ്കിലും നല്ല കോളേജ് ഉണ്ടെന്നൊക്കെ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അഡ്മിഷൻ്റെ സമയത്ത് ഞാൻ പുറത്ത് വിടായ സമയത്ത് അവൻ്റെ അഡ്മിഷൻ എനിക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുക, ഒന്ന് എൻ്റെ കോളേജിലൊന്ന് വരും, കോളേജിലേക്കൊന്ന് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു. ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കോളേജിൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ പോയിട്ട് നോക്കുന്ന സമയത്ത് ഇവൻ BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് 3-3.5 ലക്ഷം രൂപ എങ്ങാനും ഫീസ് കൊടുത്തത്. അതിൽ ആഡ് ഓൺ പ്രോഗ്രാമാണ് 1 lakh പ്ലസ് ഫീസ്. ഈ 3 വർഷം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ സെക്യൂരിറ്റി ഒരു ക്ലാസ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. ഇവൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് അവൻ എന്നെ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ആ ആഡ് ഓൺ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ വാങ്ങിച്ച പൈസ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. കാരണം ഒരു ക്ലാസ് പോലും കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മുടെ ഈ നോട്ട് ഓൺലി ഇൻ ബാംഗ്ലൂർ, ചെന്നൈയിലാണെങ്കിലും മറ്റുള്ള ഒരുപാട് സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ നമ്മളന്ന് അവിടുന്ന് സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പേ അതിന് 50% അങ്ങനെ വാങ്ങിക്കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ഇവരൊരു ക്ലാസ് പോലും കൊടുത്തിട്ടില്ല. അതുപോലെ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറും കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ ക്ലാസ് കിട്ടാത്ത ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇത് കൊടുക്കുന്ന കോളേജുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ കൊടുക്കുന്ന കോളേജുകളുണ്ട്, പക്ഷേ ഈ കോളേജുകൾ നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നില്ല എന്നൊരു വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ BComൻ്റെ കൂടെ ACCA നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാണുന്ന ആരെങ്കിലും ഈ ACCA പഠിക്കുന്നൊരു കുട്ടിക്കറിയാം BComൻ്റെ കൂടെ മാസത്തിൽ 2 ക്ലാസ്സോ 3 ക്ലാസ്സോ ACCൻ്റെ ക്ലാസ് കിട്ടിയാൽ ആ ACCA അവന് പിടിക്കാൻ പറ്റുമോ എന്നുള്ള ACCA പഠിക്കുന്ന കുട്ടിക്കറിയാം. അത്രയും ഒരു വീക്കിൽ 7 ഡേയ്സിൽ 7 ദിവസം ഇരുന്ന് പഠിച്ചാലും അതിൻ്റെ ഫൗണ്ടേഷൻ ഒന്ന് എഴുതിയെടുക്കാം. അത്രയും സെക്കൻഡ് സ്റ്റേജൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉള്ളൊരു സംഭവം ഇങ്ങനെ BCom ACCA എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് 1 മാസത്തോ 2 മാസത്തോ 2 ശനി ഞാനൊരു ക്ലാസ് കൊടുത്താലൊന്നും ഈ കുട്ടികൾക്ക് അത് ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. ഈ മാർക്കറ്റിംഗ് ടൂള് വെച്ചിട്ട് ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ ട്രാപ്പിൽ മലയാളീന് മാത്രമേ കൊടുത്താൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ നിരന്തരം കാണുന്ന ആന്ധ്രാപ്രദേശ് അതുപോലെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികൾ പല രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. ഇവരൊന്നും ഇതൊന്നും ചോദിക്കാറില്ലേ. ദേ നോ വാട്ട് ഈസ് എക്സാക്ട്ലി ഗോയിങ് ഓൺ. അവർക്കറിയാം. പക്ഷെ നമ്മുടെ മലയാളികൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐസ്തെറ്റിക് ആയിട്ടുള്ള പോസ്റ്ററുകളും ഒരുപാട് ആഡ് ഓൺസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിലൊക്കെ വീണു പോവും. ഇവർ ഈ ആഡ് ഓണിന് വേണ്ടിയിട്ട് 1 ലക്ഷം 1.5 ലക്ഷം കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 3000 രൂപ കൊടുത്താൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇതിൽ വരുന്ന വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ ആഡ് ഓൺ പ്രോഗ്രാംസ് ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടികളെ ഇമ്പ്രസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥിതി എന്താ വെച്ചാൽ ഒരു കോളേജിൽ 60 സീറ്റ് ഉണ്ട്. ഈ 60 സീറ്റിൽ 30 സീറ്റ് മെറിറ്റാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ MG ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റി അണ്ടറിൽ, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ ആ ഒരു അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ മെറിറ്റിൽ വരുന്ന കുട്ടികളെ ഫീസ് എന്ന് പറയുന്നത് 4000-5000. ഈ ബാക്കി വരുന്ന 30 മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. ഈ കോളേജുകൾ ഇതേപോലെയുള്ള മാർക്കറ്റിംഗ് ടീമിനെ ഇത് ഏൽപ്പിച്ചിട്ട് അവരോട് ഈ 3000-4000 അല്ലെങ്കിലും അവരെ മെറിറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10,000-15,000 മാക്സിമം. ഈ മെറിറ്റല്ലാത്ത ബാക്കി 30% മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് ഈ കുട്ടികളെടുക്കുന്നത് ഫസ്റ്റ് ഇയർ 1.25 ലക്ഷം 1.5 ലക്ഷം, അവർ കൊടുക്കുന്നത് 3000-5000 രൂപേൻ്റെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഇതിലൊക്കെ നമ്മളെ മലയാളികൾ വിട്ടുപോകുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്നത് ഈ ആഡ് ഓൺ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് വളരെ പ്രൊഫഷണലി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഈവൻ കേരളത്തിലുണ്ട്, പക്ഷേ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ പാരൻസ് എല്ലാം ആ രീതിയിലേക്ക് ചിന്തിച്ചിട്ട് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അഡ്മിഷൻ നൽകുന്ന ആൾ, അഡ്മിഷൻ നിങ്ങൾ സമീപിക്കുന്ന ആൾ എത്രത്തോളം ക്രെഡിബിളാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ, നമ്മൾ വീട്ടിൽ അഡ്മിഷൻ എടുക്കാൻ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ BBA ഏവിയേഷൻ്റെ കാര്യങ്ങൾ. BBA ഏവിയേഷൻ 100% പ്ലേസ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ ഒരു പോസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് 100% പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്
ഇവർ കൊടുക്കുകയാണ്, ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി ചിന്തിക്കുന്നത് നാളെ ഞാൻ 3 വർഷം കഴിഞ്ഞ് എൻ്റെ പഠനം കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു ഇൻഡിഗോലോ അല്ലെങ്കിൽ സ്പൈസ് ജെറ്റിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എയർലൈൻസിൽ പ്ലേസ്ഡ് ആവുന്നുള്ള മോഹത്തോടെയാണ് കുട്ടി പോകുന്നത്. ജസ്റ്റ് ഫ്ലൈറ്റ് പോയിട്ട് ഞാൻ എന്താ പറയുക, ഒരു എയർലൈൻ കമ്പനി പോലും വരാത്ത BBA ഏവിയേഷൻ കോളേജുകൾ കണ്ടവാനുണ്ട്, ഒരുപാടുണ്ട്. ഈ ബാംഗ്ലൂരാണെങ്കിൽ ചെന്നൈയിലാണെങ്കിൽ ഒരുപാടുണ്ട്. എക്സാക്ട്ലി നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് അത് കറക്റ്റ് പറഞ്ഞിട്ട് വേണം നമ്മളെ കുട്ടികളെ. ഇത് ഒരു അർത്ഥത്തിൽ പറയുന്നത് ഒരു ട്രാപ്പാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 6 മാസം അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് എയർപോർട്ടിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയും. ഇങ്ങനെ ഈ BBA ഏവിയേഷൻ ഇപ്പോൾ കർണാടകയിലോ അതല്ലെങ്കിൽ പുറത്തോ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ചെന്നൈയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് അവർക്ക് അറിയാം അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം. എയർപോർട്ട് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു എയർപോർട്ടിൻ്റെ ഒരു വാതിൽക്കൽ പോലും ഇവരെ കൊണ്ടുപോകുന്നില്ല. ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത്, എന്നാൽ നല്ല എയർലൈൻസ് എയർലൈൻസ് കമ്പനികൾ വന്ന് പ്ലേസ്ഡ് ആക്കുന്ന കോളേജുകളും ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കോളേജുകൾ നമ്മളെ കുട്ടികളെ എത്തുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഈ തരത്തിൽ ഈ ആഡ് ഓൺ പ്രോഗ്രാംസ് വെച്ചിട്ട് നമ്മളെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നുണ്ട്, യഥാർത്ഥ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കാനും അത് ഇനി ഇത് പെട്ടുപോയ സ്റ്റുഡൻറ്റ് നാളെ ഇത് ഞാനിങ്ങനെ പെട്ടുപോയെന്ന് റിവീൽ ചെയ്യാൻ അവർ റെഡിയല്ല. കാരണം ഈ സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ജെൻസി പിള്ളേരൊക്കെ അവർക്കൊരു അബദ്ധം പറ്റിയെന്ന് അവർ പറയുന്ന അവർക്കൊരു മോശമാണ്. അബദ്ധം പറ്റിയെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും അത് അവർക്ക് എപ്പോഴും ഞാൻ ബാംഗ്ലൂർ ഹാപ്പിയാണ്, അടിപൊളിയാണ് എന്നൊരു കോൺസെപ്റ്റ് സൊസൈറ്റിക്ക് മുമ്പിൽ പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരിങ്ങനെയുള്ള ട്രാപ്പിൽ പെട്ടതും നമുക്കിവിടെ ഉള്ള എക്സ്പോഷർ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ അവർ റെഡിയല്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സൈക്കിള്, ഈ ഒരു ട്രാഫിക് സൈക്കിൾ ഇങ്ങനെ അതെ ഒരു ഗ്രൂപ്പിൻ്റെ സംഭവം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നാളെ ഇപ്പോൾ നമ്മളെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ, എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്നെ അതല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം വരെ വളരെ പ്രൊഫഷണലായിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾ നടത്തുന്ന സ്റ്റാഫിനെ വെച്ചിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആളുകളുണ്ട്. ഇവരെ നിങ്ങൾ തപ്പിപ്പിടിക്കണം. അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഏത് കാര്യങ്ങളും നിങ്ങളെ കുട്ടികളെ കാര്യങ്ങൾ ചെയ്യാൻ. അഡ്മിഷൻ എവിടെയാണെങ്കിലും വളരെ ഇങ്ങനെ ഈ ഫീൽഡിൽ വളരെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഓക്കെ സർ, ആഡ് ഓൺ കോഴ്സുകളുടെ മാർക്കറ്റിങ്ങിൻ്റെത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, ഞാനിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കോളേജ് നല്ലതാണെന്ന് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഈ കോളേജിനെ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുക ഇവർക്ക് എത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ലൈക്ക് ഓണം, പിന്നെ മറ്റ് അവരുടേതായിട്ടുള്ള കൾച്ചറൽ ഫെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എത്ര വ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്റ്റുഡൻസിന് കൊള്ളാം, ആംബിയൻസ് ഒക്കെ കൊള്ളാം, ഇത്രയും അടിപൊളി പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ വീണു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയമുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ അത്രത്തോളം അക്കാദമിക് പെർഫോമൻസിലേക്ക് ആ കോളേജ് എത്തുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ഇപ്പം നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്, ആഡ് ഓൺ പ്രോഗ്രാമിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നൊരു സംഭവം. അതേപോലെയുള്ള വേറൊരു മാർക്കറ്റിംഗ് ടൂളാണ് കോളേജിൽ വലിയ വലിയ പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ളത് അവരെ കോളേജിന് ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തൊരു സംഭവം. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അഡ്മിഷൻ സമയത്തിലായിരിക്കും മിക്ക കോളേജുകളും പ്രോഗ്രാം നടക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അഡ്മിഷൻ സമയത്താണ് മിക്ക കോളേജിൽ ഏതെങ്കിലും DJ അല്ലെങ്കിൽ നൈറ്റ് വലിയ DJ പ്രോഗ്രാമൊക്കെ മിക്ക കോളേജുകളും വെക്കുന്നത്. ഈ നമ്മളെ ഈ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു +2 എന്നൊക്കെ പറയുന്ന സമയത്ത് 2008 2009 ജനിച്ച കുട്ടികളാണ് ഇപ്പോൾ +2 അല്ലേ. അപ്പോൾ +2 അവരൊക്കെ ഈ ഒരു കളർഫുള്ളാണ് കാണുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ത്രൂ ഔട്ട് എനിക്ക് ഇതാണ് അവിടെ ലഭിക്കുക എന്നുള്ളതാണ് അവർ വിചാരിക്കുക. ഈ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അക്കാദമിക്കും എല്ലാം ഈ തരത്തിൽ ഭയങ്കര കളർഫുള്ളായിട്ടാണ് നടക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വേറൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഇവരുടെ. ഇവർ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ, സ്വാഭാവികമായിട്ട് ആ ക്യാമ്പസിൽ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു അനദർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് വലിയ വലിയ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക, DJ പ്രോഗ്രാംസ്, നൈറ്റുകളൊക്കെ സംഘടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രോഗ്രാംസ് എല്ലാ കോളേജിലും ഉണ്ടാവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു കോളേജാണെങ്കിൽ
ആ കോളേജിൽ നടക്കുന്ന പ്രോഗ്രാംസ് നൈറ്റിൽ വലിയ DJ പ്രോഗ്രാംസ് ഒന്നും ആവില്ല. അവിടെ കൾച്ചറൽ ഫെസ്റ്റ് നടക്കും, അവിടെ കോളേജ് ഡേ നടക്കും. അവിടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആ കോളേജിലെ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. ആ കോളേജിലെ സ്റ്റുഡൻസ് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവർ കോളേജ് ഡേ നടത്തും, ഫെയർവെൽ ഡേ നടത്തും, അതുപോലെ വെൽക്കം ഡേ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കും. അതൊക്കെ ഓർഗനൈസ് ചെയ്തും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആ കോളേജിലെ കുട്ടികളാണ്. ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള കോളേജ്, അതിനുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് ഈ DJ പ്രോഗ്രാംസും മറ്റുള്ള കാര്യങ്ങളും നടത്തുന്ന കോളേജുകളിൽ അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്താൻ, ഒരു ഡാൻസ് പ്രോഗ്രാം നടത്താനുള്ള കുട്ടികൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടുത്തെ കുട്ടികൾ ചില കുട്ടികൾ ക്ലാസ്സിന് വരും, ചില കുട്ടികൾ ക്ലാസ്സിന് വരും. പക്ഷെ ഞാൻ എല്ലാ കോളേജും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇവിടെ DJ ഒക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പല കോളേജിൻ്റെ അവസ്ഥ ഇതാണ്. അവർക്ക് കുട്ടികളുണ്ടാകാം, നല്ല കുട്ടികളുണ്ടാകും, പക്ഷെ പൊതുവെ നല്ലൊരു കോളേജ് ആവുന്ന സമയത്ത് ആ കോളേജിൻ്റെ ഒരുപാട് നമുക്കറിയാലോ, നമ്മളൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തുക, യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു സിസ്റ്റത്തിലൂടെ വരുന്ന കോളേജ് ഉണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഈ അഡ്മിഷൻ സമയത്ത് കുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ പല കോളേജുകളും ഇങ്ങനെ ചെയ്യാറുണ്ട്. എങ്കിൽ ദ സെയിം വേ നല്ല കോളേജസും ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്ന എല്ലാ കോളേജും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് പല കോളേജും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഫിൽട്ടർ ചെയ്യാൻ നമ്മളെ പാരൻസും സ്റ്റുഡൻസ് റെഡി ആകണം. അതിന് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ മുമ്പിലെത്തണം. അതിനിവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ബന്ധപ്പെടുന്ന, അതല്ലെങ്കിൽ ആരുമായിട്ടാണ് അവർ അഡ്മിഷന് വേണ്ടി സംസാരിക്കുന്നത്, അവർ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, പ്രൊഫഷണലി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ അഗെയിൻ ഇൻ ട്രാപ്പ്, ഇൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാപ്പ്. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവത്തെ എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ പലരെയും വിശ്വസിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു. സോ ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ കുട്ടികൾ എങ്ങനെയെങ്കിലും പഠിച്ചു പോവട്ടെ എന്നാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പിന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഈ ഏജന്റുമാരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, പിന്നീട് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ ഈ കുട്ടികൾക്ക്? സത്യത്തിൽ എങ്ങനെയെങ്കിലും പാസ്സായി പോയിക്കോട്ടെ എന്നുള്ള കോൺസെപ്റ്റ് പോലും അവർക്കില്ല. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഒരു 80-75% ആളുകൾ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം അവരാ മോണിറ്റർ ബെനിഫിറ്റ് ഡീൽ കഴിയുന്നത് വരെ അവർ നല്ല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അതിനുശേഷം കുട്ടികളെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസൾട്ടന്മാരെന്ന് പറയുന്നത് ചുരുക്കമാണ്. പക്ഷേ അതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാനൊരു വർഷം ഒരു 600-700 കുട്ടികളെ അഡ്മിഷൻ ചെയ്യാറുണ്ട്. ഈ 600-700 കുട്ടികളെ ബാക്കിൽ പോകാൻ എനിക്ക് കഴിയില്ല, കാരണം അവരെ എവിടെ എന്തെങ്കിലും നോക്കാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നാളെ അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളവിടെ അറ്റൻഡ് ചെയ്യണം. കാരണം ഈ അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു പ്രോസസ്സല്ല. ഇതെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് 3 വർഷത്തെ കോഴ്സിനാണ് ആ കുട്ടി പഠിക്കുന്നതെങ്കിൽ ത്രൂ ഔട്ട് ആ 3 വർഷവും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൺസൾട്ടന്മാർ വളരെ കുറവാണ്. നമുക്ക് ഈ കുട്ടികൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു കോളേജിൽ 10-20 കുട്ടികളെ അഡ്മിറ്റ് ചെയ്താൽ ഞാൻ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി ബിൽഡ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ കുട്ടികളുടെ ലിസ്റ്റ് ആ ഫാക്കൽറ്റീസിന് കൊടുക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഏത് കോളേജിലും മലയാളി സ്റ്റാഫ് ഉണ്ടാവും. സോ അവരായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അഡ്മിഷൻ ചെയ്ത കുട്ടികളെ അവരുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കും. പുതിയ കുട്ടികളാണ്, ഇത്രയുണ്ട്, നിങ്ങൾ അവരുടെ അടുത്തൊന്നും ചെയ്യുന്നു വേണ്ട. പക്ഷേ അവരെവിടെയെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എത്തുന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് തോന്നിയാൽ യു ഷുഡ് ഇൻഫോം മീ, എന്നെ ഇൻഫോം ചെയ്യണം. അത് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ കൊണ്ടുപോകുന്ന മക്കളാണെങ്കിൽ ഒരു സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ അവിടെ നമുക്ക് നല്ല പരിചയമുള്ള കുട്ടികളുണ്ടാവും, അവരുടെ അടുത്ത് പറയും. പക്ഷെ നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവരുടെ അടുത്ത് ചെയ്ത് ഈ കുട്ടികൾ അറിയുന്നില്ല. പക്ഷെ നാളെ ഇവർ വേറെ എന്തെങ്കിലും പുറത്തു പോയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കോ മറ്റുള്ള സാധനങ്ങളിലേക്കോ പോകുന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടും അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചിലപ്പോൾ ചില കേസുകൾ നമ്മൾ കുട്ടികളെ പോയി കാണേണ്ട കേസുകളുണ്ടാവും. നീ പോകുന്ന ആ റൂട്ട് ഇപ്പോൾ ശരിയല്ല, നീ അവിടെ നിന്ന് മാറണമെന്ന് ഞാൻ എത്രയോ കുട്ടിയെടുത്ത് ഞാൻ പോയി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു മോണിറ്ററിങ് അവരുടെ മുന്നിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എക്സാക്ട്ലി നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മളുടെ സർവീസിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ആ കുട്ടികളെ അഡ്മിഷൻ എടുത്തു, എനിവേ വി ആർ ഗെറ്റിംഗ് സം റെമ്യൂണറേഷൻ. സോ അതിൻ്റെ ഉള്ളൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് അത് എക്സാക്ട്ലി കറക്റ്റ് രീതിയിലാവും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പല കൺസൾട്ടന്മാരും, ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുന്നതല്ല, അപ്പോൾ നാളെ ഇത് ഒരുപാട് കൺസൾട്ടന്മാർ ഇത് കാണുന്നുണ്ടാവും, വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന കൺസൾട്ടന്മാരുണ്ട്.
പക്ഷേ ഈ വൃത്തിയായിട്ട് ചെയ്യുന്ന കൺസൾട്ടന്മാർ എന്ത് ചെയ്യില്ല എന്നറിയോ, ഇവർ മോഹന വാഗ്ദാനങ്ങൾ നൽകില്ല, ഇവർ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ പറയില്ല, സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഇവർ പറയില്ല. എക്സാക്ട്ലി പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, സ്വാഭാവികമായിട്ടും ഈ എക്സാക്ട്ലി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് കുട്ടികളെത്തൽ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ, ഈ സുഖിക്കുന്ന വർത്തമാനങ്ങളൊന്നും പറയില്ല. ഇതൊക്കെ പറയുന്ന വേറൊരു കൂട്ടരുണ്ട്, ഇവരുടെ അടുത്താണ് നമ്മളെ നാട്ടിലൊരു 60-70% കുട്ടികളും പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തൊരു കുട്ടി, ഈ കുട്ടി അവിടെ അറിയാവുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത്, കുട്ടി വഴിയാണ് ഇപ്പോൾ ഞാൻ അഡ്മിഷൻ കോർഡിനേറ്റർ നിൽക്കുന്ന ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഈ അഡ്മിഷൻ കഴിഞ്ഞ് എക്സാം ആകുന്ന സമയത്ത് ഞാൻ ഈ കുട്ടീനെ വിളിച്ചു, കുട്ടി ഇതിൻ്റെ ഫസ്റ്റ് ഇയർ ഫീസ് കുറച്ച് പെൻഡിങ് ഉണ്ടല്ലോ, അതെന്താ അടക്കാത്തത്? അപ്പോൾ അയ്യോ ഞാനത് അടച്ചല്ലോ. ആ കുട്ടീൻ്റെ സർ ഞാനത് അടച്ചല്ലോ, ആ പൈസ ഞാൻ അടച്ചല്ലോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇല്ല മോളെ, പൈസ വന്നിട്ടില്ല, ആകെ 25,000 എങ്ങനെ വന്നിട്ടുള്ളൂ. അയ്യോ ഫസ്റ്റ് ഇയർ ഫീസ് അറൗണ്ട് 2,30,000. അപ്പോൾ 2,20,000 അങ്ങനെയാണ് ഫസ്റ്റ് ഇയർ ഫീസ്. അപ്പോൾ പറഞ്ഞു സർ ഞാൻ ഏജൻറ്റിൻ്റെ അടുത്ത് അഡ്മിഷൻ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ നിങ്ങളെ കൺസൾട്ടൻറ്റ്? അപ്പോൾ അല്ല, ഞാൻ അറിയുന്നൊരു ചേട്ടനാണ്, ഇവിടെ ബാംഗ്ലൂർ വേറെ ഒരു കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. അതായത് ഈ കുട്ടിയുടെ സീനിയർ വേറെ ഇവിടെ ബാംഗ്ലൂർ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ സീനിയർ എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ മക്കൾക്ക് എൻ്റെ സീനിയറാണ്, അപ്പോൾ ആ റെസ്പെക്റ്റും അവർ നല്ലതേ ചെയ്യും എന്നുള്ളൊരു സംഭവം വിചാരിച്ചിട്ടാണ് ഈ പൈസയൊക്കെ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ ഇവർ വഴി ത്രൂ ഫസ്റ്റ് ഇയർ ഫീസ് കുട്ടികൾ മിക്കപ്പോഴും കോളേജുകളേക്കല്ല ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഇതിൻ്റെ ട്രാൻസാക്ഷൻ്റെ ഡീലിംഗ് ഒക്കെ ഈ കൺസൾട്ടന്മാരാണ്. അപ്പോൾ സ്വാഭാവികം കൺസൾട്ടന്മാർ വഴി തന്നെ മിക്കത് അടക്കാം. അപ്പോൾ ഇത് അടച്ച സമയത്ത് 6 മാസം മുമ്പ് അടച്ച ഈ പൈസ എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് വരെ ഇവിടെ എത്തിയിട്ടില്ല. അപ്പം ഞങ്ങളത് അന്വേഷിച്ച സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ റീസെൻ്റ്ലി നടന്ന എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു. അപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ ഈ കുട്ടീൻ്റെ അഡ്മിഷൻ എനിക്കെത്തുന്നത് വേറെ ഒരു കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ബന്ധപ്പെട്ട ഈ സ്റ്റുഡൻറ്റ് വേറൊരു കൺസൾട്ടൻറ്റിനെ ബന്ധപ്പെട്ടിട്ട് ആ കൺസൾട്ടൻ്റാണ് എനിക്ക് ഈ അഡ്മിഷൻ തരുന്നത്. അപ്പം എനിക്ക് തന്ന ഈ കൺസൾട്ടൻ്റ് അത്യാവശ്യം പ്രൊഫഷണലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു ഇത് വേറൊരു സ്റ്റുഡൻറ്റ് എന്നെ അപ്രോച്ച് ചെയ്തൊരു കേസാണ്, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞു ഞാൻ ആ പൈസ താൽക്കാലികമായിട്ട് 1-2 ബുദ്ധിമുട്ട് വന്നപ്പം തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിവേ മറ്റന്നാൾ എക്സാമാണ്, നിങ്ങൾ കോളേജിൽ അടക്കാനുള്ള പൈസ ബാക്കി എത്രയും പെട്ടെന്ന് അടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ കുട്ടീൻ്റെ എക്സാം തുടങ്ങുന്ന സമയത്ത് ഈ സ്റ്റുഡൻറ്റിന് ഈ പൈസ അടക്കാൻ പറ്റില്ല. ഈ കുട്ടി എക്സാം എഴുതില്ല എന്നൊരു തവണ, പക്ഷേ ഈ കുട്ടീൻ്റെ അമ്മ വിളിച്ച് കരച്ചിൽ സാറേ ഞങ്ങൾ പൈസ കൊടുത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ആര് ത്രൂ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതിന്, അതൊരു അനദർ എക്സാമ്പിളാണത്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ബാംഗ്ലൂർ നടക്കുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊരു പ്രൊഫഷണൽ കൺസൾട്ടൻസിയിൽ ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുത്താണെങ്കിൽ അവർ പൈസ അടിച്ചിട്ട് നേരെ അവരുടെ ഓഫീസിലേക്ക് വന്ന് നിങ്ങൾ ചോദിക്കാം വെർ ഇസ് മൈ മണി, എന്താ നിങ്ങൾ പറഞ്ഞത്, അത് അവിടെ ഇല്ലല്ലോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ ആകുമ്പോൾ ചോദിക്കാൻ പറ്റില്ല, ഇതൊരു കുട്ടിയാണ്, കുട്ടീനൊരു പരിധിക്കപ്പുറത്ത് ബ്ലെയിം ചെയ്യാനും പറ്റില്ല. മനസ്സിലായോ കാര്യങ്ങൾ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് സംസാരിച്ച് നമ്മളിപ്പോൾ ആ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ പെർമിഷൻ ഞാൻ കോളേജിൽ നിന്ന് എടുത്തിട്ട് കുട്ടീനെ എക്സാം എഴുതിക്കാനുള്ള ഒരു സംഭവം ഞാൻ ചെയ്തു. പക്ഷെ ഇപ്പോൾ ആ കുട്ടീൻ്റെ ഫീസ് വേണ്ടിങ്ങ സ്റ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ഏതൊരു പോയിന്റ് പറയുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന റൂട്ട് അല്ലെങ്കിൽ നമ്മൾ സമീപിക്കുന്ന ആളുകൾ തെറ്റായി പോയാൽ ഇതെല്ലാം തെറ്റിപ്പോകും. ഞാനെപ്പോഴും പറയുന്നത് ഈ സ്റ്റുഡൻസ് അതുപോലെ നമ്മൾ അറിയുന്ന ആളുകൾ ബാംഗ്ലൂർ ഓർ ചെന്നൈ മംഗലാപുരത്തുണ്ട്, ഇവർ ത്രൂ നിങ്ങൾ പോകണ്ട. ഈ ഇൻഡസ്ട്രിക്ക് കറക്റ്റായിട്ടുള്ളൊരു റൂട്ടുണ്ട്. ഒരു അഡ്മിഷൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, അവിടെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇവർ ത്രൂ നിങ്ങൾ എടുത്ത് നോക്കൂ, ഒരുവിധം തലവേദനയ്ക്ക് നമുക്ക് പോകും. നല്ല കോളേജായിരിക്കും, നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, കാരണം ത്രൂ ഔട്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. കാരണം ഇവർ ഈ ഫീൽഡിലുണ്ട്, അഡ്മിഷൻ സീസണിൽ മാത്രമല്ല വരുന്നത്, എൻ്റെ ഇയർ ഇവർ ഈ ഫീൽഡിലുണ്ട്. സോ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അഡ്മിഷൻ എടുക്കുമ്പോഴാണ് നമ്മളെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ടും വളരെ ഹാപ്പി ആയിട്ടും പോകുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ പറഞ്ഞ പോലെ ജസ്റ്റ് അഡ്മിഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുന്നു. ഇങ്ങനെയാണ് പലയിടത്തും നമ്മൾ കാണുന്നത്. വീണ്ടും പറയുന്നു, ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സംശയം ചോദിക്കുകയാണ്.
ഇത്തരത്തിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് നേരിട്ട് പോയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തൂടെ? എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ കുട്ടികൾക്ക് അല്ലെങ്കിൽ പാരൻസിന് എടുത്തൂടെ? ഈ ഒരു സംഭവത്തിൽ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറയും, നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് അഡ്മിഷൻ പഠിക്കാൻ വേണ്ടി നമ്മളെ കുട്ടികളെ വിടുന്നുണ്ടെങ്കിൽ 100% നിങ്ങളൊരു കൺസൾട്ടൻറ്റ് മുഖാന്തരം മാത്രമേ പോകാറുള്ളൂ. ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൺസൾട്ടൻറ്റ് വഴി മാത്രമേ പോകാറുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാരൻസിന് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മുടെ പാരൻസിന് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ കോളേജുകൾ, ബാംഗ്ലൂരിലെ കോളേജാണെങ്കിലും തമിഴ്നാട്ടിലെ കോളേജുകളാണെങ്കിലൊക്കെ അവരും നമ്മുടെ കുട്ടികളും ഡീല് പറഞ്ഞാൽ അവിടെ അതിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, സ്വാഭാവികമായും ചില കോളേജുകളുണ്ട്, ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഫീസ് 1.5 ആണ്, അതിൻ്റെ കൂടെ അഡീഷണൽ ഒരു 10,000, മറ്റേ ഫീസ് ഒരു 15,000 എന്ന് പറയുന്ന വാങ്ങുന്ന ഒരുപാട് ഒരുപാട് കോളേജുകളുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കൺസൾട്ടൻറ്റ് ത്രൂ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഫീസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൺസൾട്ടൻറ്റിനോട് ചോദിക്കാം. എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ BDSന് അഡ്മിഷൻ ചെയ്ത കുട്ടീനോട് 2.5-4 അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഇയറിൽ ഈ കുട്ടിയോട് പറഞ്ഞു നിങ്ങൾ 2.5 അല്ല 3. ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് 2.5 അപ്പോൾ കൺസൾട്ടൻറ്റ് വഴി അന്ന് അഡ്മിഷൻ എടുത്ത ആ കുട്ടികളൊക്കെ 2.5 വെച്ച് കണ്ടിന്യൂ ചെയ്തു. അന്ന് ഡയറക്റ്റ് കോളേജിൽ വന്ന കുട്ടികളൊക്കെ 3.5 വെച്ചിട്ട് അടക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നമ്മളെ കുട്ടികൾ 3-4 വർഷം അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുകയാണ്. അവരെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നും സ്വാഭാവികമായിട്ടുണ്ടാവില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് പ്രശ്നമാണ്. പക്ഷേ നമുക്ക് ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ബൈക്ക് വന്ന് വീണൊരു കേസ്, അതല്ലെങ്കിൽ പെട്ടെന്നൊരു പനി, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഈ 3 വർഷത്തിലുണ്ടാവും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു കൺസൾട്ടൻറ്റ്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പ്രൈസ് ചെയ്ത് പറയുന്നല്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ ഒരു കുട്ടീനെ അഡ്മിഷൻ എടുത്തു. ഞാൻ ബാംഗ്ലൂരാണ്, പക്ഷേ ഞാൻ ചെന്നൈയിൽ എനിക്കൊരു വിത്തിൻ 5 minutes എനിക്ക് കോളിൽ ഒരാളെ കണക്ട് ചെയ്തിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാനുള്ള ആളുകളുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു കൺസൾട്ടൻറ്റ് ത്രൂ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പാരൻസിന് ഭയങ്കര റിലാക്സേഷൻ കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഫീസ് അടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന പല കോളേജിനും ഡയറക്ടേഴ്സിനെയും അവിടുത്തെ ആളുകളായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള റീസൺസ് ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ സംസാരിക്കും മാനേജ്മെൻറ്റ് അടുത്ത്, ഒരു 1 month കൂടെ ടൈം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ എപ്പോഴും അഡ്മിഷൻ എടുക്കാൻ ഏറ്റവും നല്ലത് ഒരു കൺസൾട്ടൻറ്റ് ത്രൂ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് കർണാടകയിലുള്ള ആൾക്കാരാണ് മാനേജ്മെൻറ്റ്, അവരായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും പ്രശ്നം വന്നാലേ. നേരെ പക്ഷേ നിങ്ങൾ കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ ഈ കൺസൾട്ടൻറ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം കൺസൾട്ടൻ്റ് അവരായിട്ട് കാലങ്ങളായിട്ട് പരിചയമാണ്, അവരുടെ ബിസിനസ് കൊളാബറേഷൻ ഉണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ ബിസിനസ് പോകുന്ന വിചാരിച്ചിട്ട് ആ ഒരു ഡീല് കൺസൾട്ടൻ്റ് പറഞ്ഞാൽ അവർ കേൾക്കും. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഒരാൾ വഴി തന്നെ ത്രൂ തന്നെ പോകണം. അതിനൊരു മീഡിയേറ്റർ ഉണ്ടാകുന്നത് നല്ലതാണ്, എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ആ മീഡിയേറ്റർ ചൂസ് ചെയ്യുന്ന അത് നിങ്ങൾ വളരെ 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 ശ്രദ്ധിച്ചു വേണം. അത് ശ്രദ്ധിച്ചിട്ടല്ലെങ്കിൽ അനന്തരഫലങ്ങളും അതിനും വലിയ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ സർ. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്ത് സംസ്ഥാനത്തേക്ക് പോകുന്നത് നഴ്സിംഗ്, പാരാമെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പിന്നെ മാനേജ്മെന്റ് കോഴ്സുകളാണ്. അപ്പോൾ ഈ ഓരോ കോഴ്സുകളും എടുക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഓരോ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഈ നഴ്സിംഗിൽ ഉള്ളൊരു കർണാടകയിൽ, എസ്പെഷ്യലി ഈ ചതി മെയിനായിട്ട് വരുന്നത് കർണാടകയിലാണ്. GNM അതല്ലെങ്കിൽ BSc നഴ്സിംഗ് കോഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അശ്വതി ഒരു അഡ്മിഷൻ എടുക്കുകയാണ്. അശ്വതിക്ക് അവിടെ ഒരു X എന്ന് പറഞ്ഞൊരു കോളേജിൽ അഡ്മിഷൻ, ഈ X എന്ന് പറഞ്ഞ കോളേജിൽ അഡ്മിഷൻ എടുത്തു തരുന്ന സമയത്ത് അശ്വതിക്ക് കിട്ടുന്ന അഡ്മിഷൻ ലെറ്റർ ഈ X എന്ന് പറയുന്ന ഈ കോളേജിൻ്റെ അഡ്മിഷൻ ലെറ്റർ പേരിലാണ് അശ്വതിൻ്റെ അഡ്മിഷൻ വരുന്നത്. അശ്വതി ആ X എന്ന് പറഞ്ഞ കോളേജിൽ തന്നെ പഠിക്കുകയും ചെയ്യുന്നു. 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് അശ്വതിക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരുന്നു. ഈ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വരുന്ന സമയത്ത് അശ്വതിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത്
ആ ഹോൾ ടിക്കറ്റിൽ അശ്വതിൻ്റെ കോളേജ് എക്സ് എന്നുള്ള കോളേജല്ല, വേറൊരു കോളേജാണ് ആ ഹോൾ ടിക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ INC, അതുപോലെ ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ, അതുപോലെ ഇപ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഡീംഡാണെങ്കിൽ അത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപ്രൂവൽ വേണ്ടൊരു സാധനമാണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ഈ കോളേജിന് ഈ അപ്രൂവലൊക്കെ ഉണ്ട്. പക്ഷേ അശ്വതി എക്സ് എന്ന് പറഞ്ഞ കോളേജിൽ അഡ്മിഷൻ എടുത്ത് ആ കോളേജ് തന്നെ പഠിക്കുന്നത്. പക്ഷേ അശ്വതിൻ്റെ ഹോൾ ടിക്കറ്റിലെ കോളേജ് വേറെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് അശ്വതിൻ്റെ അഡ്മിഷൻ ചെയ്തത് വേറൊരു കോളേജിലാണ്. പക്ഷെ പഠനവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. ഇപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്താണ് അശ്വതി മനസ്സിലാക്കുന്നത് എൻ്റെ കോളേജ് വേറെയാണെന്നുള്ളത്. ഈ കോളേജ് നിങ്ങൾ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ കോളേജിന് ചിലപ്പം കൺസേൺ ആയിട്ടുള്ള അപ്രൂവലുകൾ ഉണ്ടാവില്ല. INC ഒക്കെ എല്ലാവരും പറയുന്നത്, ഇപ്പോൾ INC അത്ര മാൻഡേറ്ററി അല്ലെങ്കിലും INC ഒക്കെ എല്ലാവരും ചെക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് വിദേശത്ത് പോകുന്ന സമയത്ത് INC ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഇപ്പോൾ ഈ എക്സാമിൻ്റെ തലേ ദിവസമായി കുട്ടി അറിയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ അഡ്മിഷൻ എടുത്ത കോളേജിൻ്റെ പേരിലല്ല എൻ്റെ ഹോൾ ടിക്കറ്റ് വന്നത്. ഈ കുട്ടി എന്താ ചെയ്യുക? ആകെ പാനിക്കാവും, പാരൻസിനെ വിളിക്കും. എക്സാമിൻ്റെ തലേ ദിവസം ഓർക്കണം. ഈ സമയത്ത് പല ഏജൻറ്റുമാരെയും അല്ലെങ്കിൽ ഇവർ അഡ്മിഷൻ ചെയ്ത ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ആ കോളേജാണെങ്കിലും ഈ കോളേജാണെങ്കിലും ഒക്കെ ഒരേ യൂണിവേഴ്സിറ്റിയാണ്, INC നിങ്ങൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് INC വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഒരുവിധം കൺവിൻസ് ചെയ്യും. ഈ കുട്ടികൾ കൺവിൻസ്ഡ് ആവില്ല. പക്ഷേ കൺവിൻസ് ആവല്ലാതെ അവർക്ക് വേറെ മാർഗ്ഗമില്ല. കാരണം നാളെ എക്സാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് അവർ നാളത്തെ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യും. ഫുൾ ടെൻഷനായി. പക്ഷേ ഇങ്ങനെ ഈ 3-4 വർഷം കഴിഞ്ഞിട്ടും പ്രോപ്പർ അപ്രൂവൽ വരാത്ത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പം വെറുതെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഇത് എസ്പെഷ്യലി നടക്കുന്നത് കർണാടകയിലാണ്. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മോനെ ഞങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ ചെയ്തു. അഡ്മിഷൻ ചെയ്ത സമയത്ത് ഞങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ ചെയ്തു. പക്ഷേ എക്സാമിൻ്റെ തലേ ദിവസം അറിയാൻ പറ്റുന്നത് ഇവൻ വേറൊരു കോളേജിലാണ്. അപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് എക്സാമിൻ്റെ തലേ ദിവസം ഈ കുട്ടിയും പാരൻറ്റും എന്നെ വിളിക്കുക, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു. അൽത്താഫ് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്, എനിക്ക് വരെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് മിസ്റ്റേക്ക് പറ്റാം. ഓക്കെ, അപ്പോൾ ഇതൊരു 3-4 വർഷം മുമ്പുള്ള കേസാണ്. അപ്പോൾ ഞാൻ വിളിച്ച് എന്താ പറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോളേജ്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന കോളേജിന് INC ഇല്ല, നാളെ എക്സാമാണ്, ആ കോളേജിൻ്റെ പേരിൽ നമ്മൾ യഥാർത്ഥത്തിൽ അഡ്മിഷൻ എടുത്ത ആ കോളേജിൻ്റെ പേരിലല്ല. അപ്പോൾ ഞാൻ ഈ കോളേജിൻ്റെ ആളെ വിളിച്ചു. അപ്പോൾ കോളേജിൻ്റെ ആൾ എന്നോട് പറഞ്ഞു അത് ജസ്റ്റ് കുറച്ച് ഫില്ലായ സമയത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് സർ, അതൊന്നും നിങ്ങൾ ക്ഷമിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല, ഞാൻ നാട്ടിലാ സമയത്ത്. ഞാൻ നെക്സ്റ്റ് ടൈം മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ ബാംഗ്ലൂർ പോയി. എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ബാംഗ്ലൂർ പോയിട്ട് ഞാൻ അവരെ കോളേജിൽ പോയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഈ കോളേജ് ആയിട്ടൊന്നും ഒരു പരിധിക്ക് പുറത്ത് ഫൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തോ, സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് എല്ലാം കോളേജിൽ നിന്ന് വാങ്ങി നീ എക്സാം എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് അവനെ വിളിച്ചു വരുത്തിയിട്ട് ഇവൻ്റെ പാരൻസിനെ വിളിച്ചു. പാരൻസിനോട് ഞാൻ പറഞ്ഞു ഈ പോയ ഒരു വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ പോയ ഒരു വർഷം ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ സോറി പറഞ്ഞു അവരുടെ അടുത്ത്. ഇത് ഞാൻ അറിഞ്ഞു ചെയ്ത മിസ്റ്റേക്കല്ല, എന്നെ ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഞാൻ അകപ്പെട്ടു പോയതാണ്. ഐ എം റിയലി സോറി. പക്ഷേ നിങ്ങൾക്ക് ഈ കുട്ടിയെ വേറെ നല്ലൊരു കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കാം ഫസ്റ്റ് ഇയർ. ഈ പോയ ഒരു വർഷം എന്തായാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഫസ്റ്റ് ഇയർ ഫീസ്, ഹോസ്റ്റൽ ഫീസ് മൊത്തം ഞാൻ എടുത്തോളാം. ഫസ്റ്റ് ഇയർ ഫീസും ഹോസ്റ്റൽ ഫീസും എല്ലാം ഞാൻ വഹിച്ചോളാം. ഈ ഒരു വർഷം നിങ്ങൾക്ക് മിസ്സായത് നിങ്ങൾ ക്ഷമിക്കണം. അതിനുള്ള സംഭവം ചെയ്തിട്ട് ആ കുട്ടീനെ വേറൊരു കോളേജിൽ കൊണ്ടുപോയി അതിൻ്റെ അഡ്മിഷൻ ഫീസും കാര്യങ്ങളും ഫസ്റ്റ് ഇയർ ഫീസൊക്കെ നമ്മൾ തന്നെ പേ ചെയ്തിട്ട് ഈ പാരൻസ് നമുക്ക് അതേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം നഴ്സിംഗ് ഫീൽഡിൽ വളരെ ഒരുപാട് ഇതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചതിയിൽ പെട്ടിട്ട് ഇപ്പോഴും ലൈഫ് സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും പുറത്ത് വരുന്നില്ല. കാരണം ഒരു നഴ്സിംഗ് കഴിഞ്ഞിറങ്ങിയൊരു കുട്ടി പുറത്ത് വരാൻ റെഡിയല്ല. കാരണം വെച്ചാൽ അവൾ പറയണം ഞാൻ 4 വർഷം പഠിച്ചത് ഒരു അഫിലിയേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു INC ഇല്ലാത്തൊരു കോളേജാണെന്ന് പറയുമ്പോൾ അവൾക്ക് നാണക്കേടാണ്. പിന്നെ അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ചതികൾ ഈ നഴ്സിംഗ് ഫീൽഡിലുണ്ട്. അതുപോലെ എൻജിനീയറിങ് പഠനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻജിനീയറിംഗ് പഠനത്തിൽ നമ്മളെ കേരളീയരോട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കേരളത്തിലെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ 2000-2005 ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ചെറിയ മക്കളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ എടുക്കണം. ബാംഗ്ലൂരിലെ
ഒട്ടുമിക്ക IT, ഇൻഫോസിസ്, ആക്സെഞ്ചർ, വിപ്രോ ഇങ്ങനെയുള്ള ഒരുപാട് IT കമ്പനീസ് ഉണ്ട്. ഈ IT കമ്പനികളിൽ ഒരു 30-40% മലയാളികളുണ്ടായിരുന്നു 2000-2005 കാലഘട്ടത്തിൽ. അന്ന് ആ കാലത്ത് അവരുടെ സാലറി എന്ന് പറഞ്ഞ് പെർ മന്ത് 2 lakh 3 lakh. IT കമ്പനീസിൽ നല്ല നല്ല സാലറി കിട്ടും, അത്യാവശ്യം കാലിബർ ഉണ്ടെങ്കിൽ. ആ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 2026 സമയത്ത് 2001 മുതൽ 5 വരെയുള്ള ആ കാലഘട്ടത്തിൽ 30-40% മലയാളികളുള്ള IT കമ്പനികൾ ഇന്ന് മലയാളികളുടെ പ്രസൻസ് എന്ന് പറയുന്നത് 5% താഴെയാണ്. എന്താ കാരണം? എൻജിനീയറിംഗ് പഠനം മലയാളി മറന്നുപോയി. നമുക്കറിയാൻ പറ്റും, ഞാൻ പറയും, എപ്പോഴും പറയും, നല്ല രീതിയിൽ പഠിക്കേണ്ട രീതിയിൽ എൻജിനീയറിംഗ് പഠനം പഠിച്ചാൽ ഈ ബിടെക്കിനെ പോലെ സ്കോപ്പുള്ള വേറൊരു കോഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും സാലറിയും അത്രയും ഓപ്പർച്യൂണിറ്റീസും. ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ടെക്നിക്കൽ കാലമാണ്. അവിടെയാണ് ബിടെക്കിൻ്റെ പ്രസക്തി. പക്ഷെ നമ്മുടെ മലയാളി അത് മറന്നുപോയിട്ടുണ്ട്. അതിനിപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിടെക് കോളേജ് വന്നു, അന്യ സംസ്ഥാനങ്ങൾ വന്നു. ഇവിടേക്ക് നിലവാരമില്ലാത്ത കോളേജുകളിൽ എന്ത് ചെയ്തു, നമ്മുടെ ആളുകൾ ബിടെക് ചെയ്യാൻ തുടങ്ങി. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും കർണാടകയിലാണ് ഒരുപാട് കോളേജസ് ഉണ്ട്. ഇപ്പോൾ ബിടെക്കിൻ്റെ കാര്യത്തിൽ ഈ നിലവാരമില്ലാത്ത കോളേജുകളിൽ ബിടെക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടില്ല. കേരളത്തിൽ അങ്ങനെ നിലവാരമുള്ളത് ഒരുപാട് കോളേജസ് വന്നു. അങ്ങനെ ബിടെക് കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. ആ സമയത്ത് ഒരു സിനിമയൊക്കെ ഇറങ്ങി, ബിടെക് എന്ന് പറഞ്ഞ സിനിമയൊക്കെ മലയാളത്തിൽ ഇറങ്ങി. ബിടെക് കഴിഞ്ഞാൽ ഒരു വെറുതെ നടക്കുക എന്നുള്ള കൺസെപ്റ്റ്, ആ ഒരു പിക്ചർ മലയാളിയുടെ മനസ്സിൽ അങ്ങ് സ്റ്റക്കായിപ്പോയി, അങ്ങ് പേസ്റ്റായിപ്പോയി. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞിട്ട് ബിടെക്കിന് പൊതുവെ കുട്ടികളുടെ ബിടെക് പഠനത്തിലുള്ള കുട്ടികളുടെ ഫ്ലോ വളരെ കുറഞ്ഞു. അത് ഞാൻ പറയും, ഒരു തലമുറയോട് മലയാളികൾ ചെയ്യുന്നൊരു തെറ്റാണ്. കാരണം ബിടെക് എന്ന് പറയുന്നത് അത്രയും വൈഡ് സ്കോപ്പുള്ളൊരു കോഴ്സാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഏത് സെക്ടർ എടുത്താലും ബിടെക്കാർ ആവശ്യമുണ്ട്. അത് നല്ല സാലറിക്ക് ഹൈ പൊസിഷനിൽ. പക്ഷെ ഇവിടെ ബിടെക്കിനുള്ളൊരു സംഭവം വെച്ചാൽ, ബിടെക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട കോളേജുകൾ ചെയ്യണം. ഇൻഡസ്ട്രിയൽ വിസിറ്റ്, അക്കാദമിക് എക്സ്പോഷർ, പ്ലേസ്മെൻറ്റ്, തിയറി പേപ്പർ, ഇതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ബിടെക്കിൽ. ഇതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന കോളേജുകളിൽ പോയി പഠിച്ചാൽ 100% ഗെറ്റ് പ്ലേസ്മെൻറ്റ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവം സ്പ്രെഡ് ആയതുകൊണ്ട് ബിടെക് കഴിഞ്ഞ് ഒരു പണിയും കിട്ടില്ല എന്നത് മനസ്സിലാക്കിയിട്ട് മലയാളികൾ ബിടെക് പഠനത്തെ പാടുപേക്ഷിച്ചു. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40% അന്നത്തെ മലയാളീസ് ബാംഗ്ലൂരിലെ ഈ IT കമ്പനികളിലൊക്കെ ഹൈ പൊസിഷനിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീം ലീഡറോ അല്ലെങ്കിൽ നല്ല നല്ല മാനേജിങ് പോസ്റ്റിലേക്ക് പറഞ്ഞത്. ഇപ്പോൾ അത് 5% താഴെയാണ്. ഇതിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആന്ധ്രാപ്രദേശോ അതല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ഗുജറാത്ത്, വേറെ വെറൈറ്റീസ്, ഇവിടെ നിന്നൊക്കെ ബിടെക്കിന് ഒരുപാട് കുട്ടികൾ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു 20 കുട്ടികൾ വരുന്നിടത്ത് കേരളത്തിൽ നിന്ന് 2 കുട്ടിയായിരുന്നു ബിടെക്കിന്. കാരണം ബിടെക്കിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവർ മറന്നുപോയി. മലയാളിക്ക് അറിയാം, പക്ഷെ മലയാളി മറന്നുപോയി. അതാണ് സത്യം. പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട്, നേരത്തെ ആഡ് ഓൺ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് 6 മാസം കൊണ്ട് ജോബ്, 1 വർഷം കൊണ്ട് ജോബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. ചില ടെക്നിക്കൽ സംഭവങ്ങളുമായിട്ട്, അതിന് നിങ്ങൾ 4 വർഷം ബിടെക് ചെയ്യേണ്ട, 3 വർഷം ഡിഗ്രി ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല സാലറിയുള്ള ജോലി, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം. നമ്മുടെ കാലിക്കറ്റ്, നമ്മുടെ മലപ്പുറത്തും മഞ്ചേരിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു സുലസാണ്. താൽക്കാലികമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു 6 മാസം കൊണ്ട് പഠിച്ചിട്ട് ഒരു 6 മാസം കൊണ്ട് ജോലി ഒക്കെ കിട്ടും. ഒരു ഇനീഷ്യലൊരു കുഴപ്പമില്ലാത്തൊരു പേ കിട്ടും, അവർക്ക് കിട്ടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിന് ഫ്യൂച്ചറില്ല. നാളെ നമ്മൾ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ വയ്യാതാരാവും. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? ഈ ഒരു വല്ല ഗൾഫിലേക്കോ സാധാരണ ഏതെങ്കിലും ജോലിക്ക് പോകും. നേരെ മറിച്ച് ആ സമയത്ത് നിങ്ങൾ ബിടെക് ഒക്കെയാണ് പഠിച്ചതെങ്കിൽ നിങ്ങളതിൻ്റെ കോർ സബ്ജക്റ്റിലാണ് നിങ്ങളെ ഡിഗ്രി ഉള്ളത്, ബിടെക് 4 ഇയർ. നിങ്ങൾ ഈ അപ്ഡേഷൻ എന്ത് വന്നാലും അപ്ഡേഷൻ ചെയ്യുന്ന ആളുകൾ ഇവരാണ്. അപ്പോൾ ഇവരതിൻ്റെ കൂടെ യാത്ര ചെയ്യും. പക്ഷേ ഈ താൽക്കാലികമായിട്ട് ഈ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ട് എടുക്കുന്ന കോഴ്സ് എടുക്കുന്ന ആളുകൾ
ഇവർ ലൈഫിൽ എവിടെയും എത്തില്ല. ഒരു ചെറിയ കാലത്തിൽ അവർക്കൊരു ആശ്വാസം ഉണ്ടാവും. ഇത് ഞാൻ പറയും, ഇതൊരു തലമുറനെ നശിപ്പിക്കും. ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആണ് ഈ 6 മാസത്തെ 1 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അതൊരു തലമുറനെ നശിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്ന് ഞാൻ പറയും. ചിലപ്പം ഞാൻ പറഞ്ഞത് തെറ്റാകാം, പക്ഷേ എൻ്റെ പഠനത്തിൽ ഞാൻ പലരും എടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ സംഭവമാണ്. അപ്പോൾ ബിടെക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ചെയ്യാം, ബിടെക്ക് ഇനിയും ചെയ്യാം, നമ്മുടെ കുട്ടികൾ ചെയ്യണം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ബിടെക്കിനൊക്കെ ഒരുപാട് എൻട്രൻസ് എക്സാമുകളൊക്കെ ഉണ്ട്. വളരെ നല്ല നല്ല കോളേജുകൾ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഈ MBBSനൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നതിൻ്റെ 4-1 ട്രൈ ചെയ്താൽ മതി. മാത്തമാറ്റിക്സിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ല നല്ല കോളേജ് JEE പോലത്തെ നല്ല നല്ല എൻട്രൻസ് എക്സാമുകൾ ചെയ്തിട്ട് നല്ല ക്യാമ്പസുകളിൽ നല്ല പ്ലേസ്മെൻ്റ് ആവും. ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് ഈ സാലറി കിട്ടുന്ന ഈ 15,000-20,000 അപ്പുറത്ത് ഒരു മനസ്സിലാക്കേണ്ടത്, നല്ല കോളേജ് നിങ്ങൾ ബിടെക് കഴിഞ്ഞിറങ്ങി അവർക്ക് സ്റ്റാർട്ടിങ് സാലറി 5-6 ലാഖൊക്കെ ഉണ്ട് ബാംഗ്ലൂർ. പല സ്റ്റാർട്ടിങ് സാലറി ഒരാളുടെ. അപ്പം അതാണ് ബിടെക്കിൻ്റെ കാര്യത്തിൽ ചെയ്യണം. ബിടെക് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥ നല്ല കോളേജ്, നല്ല പ്ലേസ്മെൻറ്റ്, നല്ല അക്കാദമിക് എക്സ്പോഷർ കോളേജ് കണ്ടുപിടിച്ച് ചെയ്യണം. അത് ചെയ്യാതെ ഇരുന്നാൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സിന് നമ്മുടെ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നേരത്തെ ആഡ് ഓൺ പ്രോഗ്രാംസിന് രീതിയിലുള്ള ട്രാപ്പ് പറഞ്ഞ പോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സിനും ഒരുപാട് പ്രശ്നങ്ങൾ മാർക്കറ്റിങ്ങിൽ സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് വിശ്വസിച്ച് പോകുന്ന കുട്ടികൾ, യഥാർത്ഥത്തിൽ ഒരു 3 തരം കോളേജുകളാണ് ഈ പാരാമെഡിക്കലിനും നഴ്സിങ്ങിനും അന്യസംസ്ഥാനങ്ങളിൽ. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. മൂന്നാമത് ഹോസ്പിറ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. കമ്പാരിറ്റീവ്ലി ഈ 3 നോക്കുന്ന സമയത്ത് പൊതുവേ കുറച്ച് ഫീസ് ഹൈ ആയി വരുന്നത് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിൽ മിക്ക മെഡിക്കൽ കോളേജിനും പൊതുവേ പ്രശ്നങ്ങളുള്ള മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷെ പൊതുവേ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. ഈ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ഈ ഹോസ്പിറ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൺസൾട്ടന്റുമാർ അല്ലെങ്കിൽ അവർ ആര് ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നത്, അതൊരു കറക്റ്റ് റൂട്ടിൽ അല്ലെങ്കിൽ അവർ പറയുന്നൊരു സംഭവമാണ്. ഞങ്ങളെ ക്ലിനിക്കൽ സംഭവങ്ങൾ വരുന്നത് ഈ മെഡിക്കൽ കോളേജിലാണ്, ക്ലിനിക്കൽ സംഭവങ്ങൾ വരുന്നത് അത്രയും വലിയ ഹോസ്പിറ്റലുകളാണ് എന്നൊക്കെ. നമ്മൾ ഈ പാരാമെഡിക്കൽ നഴ്സിങ്ങിനൊക്കെ ക്ലിനിക്കൽ എക്സ്പോഷർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ആ ഒരു പരിചയം അതിൽ കിട്ടിയാൽ തന്നെയാണ് അവരെ ലൈഫിൽ അവർക്ക് ഷൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഈ വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ പേരൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ നാട്ടിലെ കുട്ടികൾ ഒരുപാട് ഇങ്ങനെയുള്ള എൻ്റെ ക്ലിനിക്കൽ അത്രയും വലിയ ഹോസ്പിറ്റലാണല്ലോ, അപ്പോൾ എനിക്കൊരു മെഡിക്കൽ കോളേജിൽ പഠിച്ച ഫീൽ കിട്ടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് കുട്ടികൾ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കഴിഞ്ഞിട്ട് പോലും ക്ലിനിക്കൽ വേണ്ട രീതിയിൽ കൊടുക്കാത്ത ഒരുപാട് കോളേജസ് ഉണ്ട്. ഈ തമിഴ്നാട്ടിലുണ്ട്, അതുപോലെ ബാംഗ്ലൂരിലുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന കോളേജസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കും. ക്ലിനിക്കൽ അവിടെയാണ്, പ്ലേസ്മെൻറ്റ് ഇവിടെയാണെന്നെല്ലാം പറഞ്ഞിട്ട്. വൺസ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുട്ടികൾ പറയും, നിങ്ങൾ പറഞ്ഞ കോളേജിലുള്ള ക്ലിനിക്കൽ ഇവിടെ 1 വർഷം കഴിയാനായല്ലോ, 2 വർഷം കഴിയാനായല്ലോ. പിന്നെ കോളേജിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു സംഭവം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും കുട്ടികളിത് പുറത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരിത് പുറത്ത് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഇവർ ഷെയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കോളേജ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ, ഇനി നാളൊരു കുട്ടി വരുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു കോളേജിലേക്ക് ആ കുട്ടിയെ പറഞ്ഞേക്കില്ല. ഇപ്പം ഞാൻ തന്നെ അഡ്മിഷൻ എടുത്ത ഞാൻ അഡ്മിഷൻ കൊടുത്ത ഒരു കുട്ടി കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്ത് തരണം സാറ്, കാരണം എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഇവർ പറഞ്ഞത് അവിടെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട്, വേറെ ഏതെങ്കിലും കോളേജിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, കോളേജിൽ നിന്ന് പറഞ്ഞ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനതിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട്, ഈ കുട്ടിയുടെ പാരൻറ്റും കൂടെ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞങ്ങളിപ്പോൾ വേറൊരു കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരെന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിച്ചത്. കാരണം ഈ കുട്ടി 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട്, 4 വർഷത്തെ ATN OT കോഴ്സ് കഴിഞ്ഞിട്ട് ഈ കുട്ടി വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്ന ആ ഹോസ്പിറ്റലത്തെ ആളുകൾ ചോദിക്കുന്നത്, കൺസേൺ പേഴ്സൺസ് ചോദിക്കുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണോ. അപ്പം ആ ചോദ്യത്തിനുള്ള കാരണം എന്താ, ഈ കുട്ടിക്ക് ഒരു ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ കുട്ടി ചെയ്യുന്നുള്ളൂ. അത്തരത്തിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു, ഡോണ്ട് വറി, നമുക്ക് ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റണമെങ്കിൽ പരിഹാരം കാണാം. പക്ഷേ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, സർ ഇനി ഞങ്ങളെ കോളേജിൽ ദയവ് ചെയ്തിട്ട് സാർ ഒരു കുട്ടിയും ജോയിൻ ചെയ്യിപ്പിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കോളേജുകളുണ്ട് ബാംഗ്ലൂരൊക്കെ. അപ്പോൾ ഇതിനൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ എഡു പ്രൂഫ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫിൽറ്ററിങ് ആണ്. നമ്മൾ നിരന്തരം കുട്ടികളായിട്ട് സംസാരിക്കുന്നുണ്ട്, നിരന്തരം കുട്ടികളായിട്ടുള്ള അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ തമിഴ്നാട് മറ്റുള്ള സ്ഥലങ്ങളും പോകുന്നുണ്ട് ഡയറക്റ്റ്. നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുള്ള കോളേജുകൾ നമ്മൾ മാറ്റി നിർത്തും. നമ്മൾ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ പോലെ ഒരു 20% കുട്ടികൾക്ക് കിട്ടുന്ന എക്സ്പോഷർ നാളെ നമ്മുടെ നാട്ടിൽ പോകുന്ന എല്ലാ കുട്ടിയും കിട്ടണം. എനിവേ വി ആർ കളക്ടിങ് മണി ഫ്രം സ്റ്റുഡൻസ്, സോ വി നീഡ് ടു ഡെലിവർ ദ ബെറ്റർ തിങ്സ്. ആ ഒരു എയിം മുന്നോട്ട് വെച്ചിട്ടാണ് എഡു പ്രൂഫ് ഇനി പ്രവർത്തിക്കുന്നത്. നമ്മൾ കുട്ടികളെ എന്തായാലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ളൊരു സംഭവമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരാമെഡിക്കലിനാണെങ്കിലും നഴ്സിങ്ങിനാണെങ്കിലും ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും മറ്റുള്ള കോഴ്സുകൾക്കൊക്കെ ആണെങ്കിലും ഞാൻ വീണ്ടും പറഞ്ഞു, മെജോറിറ്റി ആളുകളും ട്രാപ്പിലാണ് കുടുങ്ങിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ആ സംഭവം പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലുള്ള നമ്മൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഓഫീസ് വരുന്നത് മഞ്ചേരി അതല്ലെങ്കിൽ കാലിക്കറ്റ് ഐലൻഡ് ബിസിനസ് പാർക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്, ഇപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം, വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് അവരെ തന്നെയെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് സംഭവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിലും ഞാൻ വീണ്ടും പറയുന്നത്, ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണമെന്നില്ല, പക്ഷേ നിങ്ങൾ പോകുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു വേല ആയിരിക്കണം. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത്. ശ്രദ്ധിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഈ ഏജൻസി അല്ലെങ്കിൽ ഏജൻസിൻ്റെ കൂടെ ഈ കോളേജും പ്രവർത്തിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനി അതിന് പിന്നിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അതായത് കോളേജിനും ഇതിലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മളുടെ ഓഡിയൻസിന് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഇത് നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കണം ഈ കാര്യങ്ങൾ. ഒരു മിനിമം ക്വാളിറ്റി അതല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ളൊരു കോളേജ് ഒരിക്കലും കൂടുതൽ ഇവർ ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം ദേ ആർ ഗെറ്റിംഗ് അഡ്മിഷൻസ് വിത്തൗട്ട് ഏജൻസ്. പക്ഷേ ഏജൻസ് കൊണ്ടുവരുന്ന അഡ്മിഷൻ അവർ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ക്വാളിറ്റി കുറഞ്ഞ കോളേജുകളാണ് എപ്പോഴും ഏജൻസിനെ വളരെ നിരന്തരം അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നമുക്കെങ്ങനെ സീറ്റ് ഫില്ലായാൽ മതി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ ആ രീതിയിലാകുന്ന സമയത്ത് കോളേജുകൾ ഒരു പരിധിവരെ ഈ കാര്യങ്ങളൊക്കെ കണ്ണടക്കും. കാരണം ദേ വാണ്ട് അഡ്മിഷൻസ്. അവർക്ക് അഡ്മിഷൻ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ കോളേജിനെ കുറിച്ച് മാർക്കറ്റിൽ കേരളത്തിൽ അവർ എന്ത് പറയുന്നുള്ളതിനെക്കുറിച്ച് കോളേജ് അത്ര ബോധേഡല്ല. അവർക്ക് എങ്ങനെയെങ്കിലും അവർ ആ സീറ്റ് ഫിൽ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അശ്വതി ചോദിച്ച ചോദ്യത്തിലും എന്താ പറയുക, എനിക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കോളേജിൽ വരുന്ന സമയത്ത്, കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കുറച്ച് കുട്ടികൾ ഫൈറ്റ് ചെയ്യുന്നു അവിടുത്തെ മാനേജ്മെൻറ്റായിട്ട്. നിങ്ങളത് തരാമെന്ന് പറഞ്ഞു, ഇത് തരാമെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ തന്നില്ലല്ലോ, ഞങ്ങളെ ഫീസ് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ എന്ന് വെച്ചാൽ അവർ അഡ്മിഷൻ എടുത്ത സമയത്ത് ഇവർക്ക് വ്യാജ വാഗ്ദാനങ്ങളാണ് കിട്ടിയത്. അപ്പോൾ ആ കോളേജിൻ്റെ ഒരു കൺസേൺ പേഴ്സൺ ഈ കുട്ടിയോട്, നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് അവരുടെ അടുത്ത് പോയി ചോദിക്കുന്ന പറഞ്ഞു. കോളേജിന് ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോഴും പറയുന്നത് പലതരത്തിലുള്ള കോളേജുകളും പലതരത്തിലുള്ള അറ്റ്മോസ്ഫിയേഴ്സും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ ഒരു പ്രശ്നമില്ല. നേരെ വൈസ് വേഴ്സ നമുക്ക് പറയാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് കൊടുക്കുന്ന, കുട്ടികളെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കുന്ന, നല്ല പ്ലേസ്മെൻറ്റിന് വേണ്ടി കുട്ടികളെ സജ്ജരാക്കുന്ന കോളേജസ് ബാംഗ്ലൂരുണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടേക്ക് നമ്മുടെ കുട്ടികളെ എത്തണം. അതിനുള്ള റൂട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പാരൻസും ഈ സ്റ്റുഡൻസൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആ തിരഞ്ഞെടുക്കുന്ന കോളേജ് നന്നായാൽ ഞാൻ പറയാം, നമ്മളെ നാട്ടിലേക്ക് പഠിച്ചിറങ്ങുന്നതിനെക്കാട്ടി എത്രയോ ബെറ്ററാണ് ബാംഗ്ലൂരിലെയും അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ നല്ല നല്ല കോളേജിൽ പറഞ്ഞാൽ കുട്ടികൾ തന്നെ മാറിപ്പോവും, നല്ല രീതിയിൽ മാറിപ്പോവും. സോ അവർക്ക് നാളെ ഒരു പ്രൊഫഷണൽ കരിയറിലേക്ക് പോകുന്ന സമയത്ത്
കേരളത്തിൽ പഠിച്ചൊരു കുട്ടിയും അതുപോലെ പുറത്ത് പഠിച്ചൊരു കുട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പടി മുമ്പിൽ പുറത്ത് പഠിച്ച കുട്ടീനായിരിക്കും. അപ്പോൾ സാർ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് നേരിട്ടിട്ടും അവരെന്തുകൊണ്ടായിരിക്കും ഇത് സൊസൈറ്റീൻ്റെ മുന്നിൽ പറയാത്തത്, അല്ലെങ്കിൽ ഇത്രയും തട്ടിപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഓപ്പണായിട്ട് പറയാനൊരു പേടി പലപ്പോഴും കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാത്തത്? താനൊരു ട്രാപ്പിലാണെന്ന് അറിഞ്ഞിട്ടും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ്റ് ചിന്തിക്കുന്നത്, ഒരു സ്റ്റുഡൻറ്റ് അവനൊരു ട്രാപ്പിലാണെന്ന് അവനറിയാം, എന്നിട്ടും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഫ്രണ്ട്സിനെയും അവൻ്റെ റിലേറ്റീവ്സിനെയും അവൻ്റെ നാട്ടിലുള്ള മറ്റുള്ള കുട്ടികളെയും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ട്രാപ്പിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ മനോഭാവം ചേഞ്ച് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അവർക്കുണ്ടാകുന്ന അവർ ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി അവർ വിചാരിച്ച പോലെയല്ല നാം മനസ്സിലാക്കുന്നു. കുട്ടികൾ കോളേജിൽ എത്തുന്നത് വരെ അവർ തമ്മിൽ അവരുടെ അടുത്തുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ വളരെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടണം, ഇങ്ങനെയുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ കൂടിയിട്ടാണ് കുട്ടികൾ അവിടെ എത്തുന്നത്. ഈ കുട്ടികൾ എത്തുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഇവരെ തോട്ട്സിൽ ചേഞ്ച് ചെയ്യും. ഇവർ പെട്ടെന്ന് ഈ സർട്ടിഫിക്കറ്റ് തിരിച്ച് വാങ്ങിയിട്ട് വിട്ടു പോകാനുള്ളൊരു പരിപാടി നോക്കും, ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു സംഭവം കോളേജ് ഇവർ അലോ ചെയ്യില്ല. നിങ്ങൾ 3 ഇയർ ഫീസ് മൊത്തം അടിച്ചിട്ട് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവർ സ്വാഭാവികം സ്റ്റക്കായി പോകും. ഈ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യും, മറ്റുള്ള സംഭവങ്ങളിലേക്ക് ഇവർ തിരിയാൻ തുടങ്ങും. കാരണം അവരെന്താണോ ഉദ്ദേശിക്കുന്ന ലൈഫൊന്നും അവർക്ക് ക്യാമ്പസിനും കാര്യങ്ങളൊന്നും അല്ല, അവർ ചിന്തിച്ചത് എന്തായാലും ഡിഫറെൻ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അവർ ആഴ്ചയിൽ 5 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 3 ദിവസം 4 ദിവസം അവർ ലീവാണ്. ഈ ലീവായിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ഇവർ മറ്റുള്ള ഒരുമാതിരി സംഭവങ്ങളിലേക്കൊക്കെ ഇവർ തിരിയാൻ തുടങ്ങും. മറ്റുള്ള സംഭവങ്ങളിലേക്ക് ഇവർ തിരിയാൻ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഫണ്ട് ആവശ്യമുണ്ടാവും. ഡ്രസ്സ് എടുക്കാനും ബൈക്കിൻ്റെ എണ്ണ അടിക്കാനും മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് നല്ല ഫണ്ട് ആവശ്യമുണ്ടാവും. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്, ഞാൻ അറിയുന്ന ഒരാളെ നാളെ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അവനെ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാം നമ്മുടെ കോളേജിലേക്ക്. ഓൾറെഡി ഒരു ഡീൽ ഉണ്ടാവും, ഈ ഒരാളുകളായിട്ട് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഡീൽ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവർ റെഡിയല്ല. ഈ നെഗറ്റീവ് മറച്ചു വെച്ചിട്ട് ഇവിടെ അടിപൊളിയാണ്, ഇവിടെ സെറ്റാണ്, ഇവിടെ കാര്യങ്ങൾ ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെ ബന്ധപ്പെട്ട ആളുകളെയും കൂടെ ഇവന് ഈ ചതിയിലേക്ക് വീണ്ടും ഇങ്ങോട്ട് വിളിച്ചു വരുത്താണ്. കാരണം ഇവൻ ഒരു അറ്റ് എ ടൈം ഒരു വൺ ടൈം കിട്ടുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സർക്കിൾ പോകുന്നതുകൊണ്ട് ഇവൻ ഓൾറെഡി അകപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇവൻ വേറൊരുത്തിനെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇവൻ മിണ്ടൂല. ഈ നാളെ ഇവർ മനസ്സിലാക്കുന്നത് ഞാൻ പെട്ടുപോയി, ഞാൻ വിചാരിച്ച പോലെയുള്ള കോളേജല്ല എനിക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ടും അവർ ഫെഡപ്പായി. സ്വാഭാവികം ക്ലാസ്സിന് പോകില്ല, മറ്റുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള രീതിയിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. കുട്ടികളെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പരിധിവരെ ഈ സംഭവം വിജയിക്കുകയും ചെയ്യും, പൈസ കിട്ടുകയും ചെയ്യും. ഈ ഒരു സംഭവത്തിലൂടെ എന്താ പറയുക, നമ്മുടെ കുട്ടികൾ ഈ ഒരു സർക്കിൾ, ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സൈക്കിളിൽ നിന്ന് ഒന്ന് മാറി ആരെങ്കിലും ചിന്തിക്കാത്തടത്തോളം കാലം ഇതൊന്നും പുറത്തു വരില്ല. നേരെ മറിച്ച് ഇത് ഞാൻ വീണ്ടും പറയുന്ന ഒരു ഓതൻറ്റിക് വേല് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മാറ്റങ്ങളുണ്ടാവും. ആ ഒരു മാറ്റങ്ങളാണ് നമ്മൾ ഈ പ്രൂഫിലൂടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ചോദ്യം ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ കോളേജ് അന്തരീക്ഷങ്ങൾ അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലല്ലാത്ത ഒരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതല്ലാതെ കുട്ടികൾ മറ്റ് കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണോ എന്ന്? പ്രത്യേകിച്ച് ഇപ്പോൾ ബാംഗ്ലൂർ, കർണാടക ഒക്കെ കൂടുതലും നമ്മൾ ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കേസസും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ കുട്ടികൾ വഴി തെറ്റി പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ ഇതിൽ കാണുന്നില്ലേ? 100%. അതൊരു കണക്റ്റിംഗ് തിങ്സ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ അവർ വിചാരിച്ച രീതിയിൽ എക്സ്പോഷറും കാര്യങ്ങളും കിട്ടാത്ത, അവരെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലൊരു കോളേജിലാണ് അവർ എത്തിപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വേറൊരു തരത്തിലേക്ക് നീങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരു 2 ദിവസം ക്ലാസ് ബഗ് ചെയ്താൽ 3rd ഡേ അവർ ചോദിക്കും കുട്ടീൻ്റെ അടുത്ത്. കറക്റ്റ് ഒരു
ആ ഒരു റീസൺ കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അവന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ബിലോ ആവറേജ് കോളേജസ് എന്ന് വെച്ചാൽ അവരിനിപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും അവർ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിനെ വീണ്ടും എന്താണ് കാരണങ്ങൾ ചോദിക്കാൻ അവർ നിൽക്കില്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഈസിയായി. സ്വാഭാവികമായിട്ടും പുറത്തൊക്കെ താമസിക്കുന്ന കുട്ടികളാകുന്ന സമയത്ത് അവർ നൈറ്റൊക്കെ റോം ചെയ്യാൻ തുടങ്ങും. 4 മണി 5 മണിക്കൊക്കെ, മോർണിംഗ് 4 മണി 5 മണിക്കൊക്കെ കുട്ടികൾ റൂമിലെത്തുന്നത്. കാരണം നാളെ കോളേജിൽ പോയാലും പോയിട്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. ഈ ബിലോ ആവറേജ് കോളേജിൽ എത്തുന്ന സംഭവം അതൊരു കണക്റ്റിംഗ് ആണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നൈറ്റൊക്കെ ഇവർ പുറത്ത് പോകുന്ന സമയത്ത് ഇവർ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ എത്തിപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പല രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഇവർക്ക് വീട്ടിൽ നിന്ന് വ്യക്തമായ പൈസ കാര്യങ്ങൾ അവർക്ക് കിട്ടൂല. മണി അവരുടെ ഒരു ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും മാത്രം കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ മണി അവർക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. സ്വാഭാവികം ഇതൊക്കെ അങ്ങ് കണക്റ്റായി വരും. സോ ഇങ്ങനെയൊക്കെ ഇതെല്ലാം കണക്റ്റായി ഇവർ ഫ്രീ ആയി. എന്നാൽ കോളേജിൽ നിന്ന് ഇവർ പിന്നെ കോളേജിൽ വന്നിട്ടുണ്ടോ എന്നുള്ള സംഭവം ഒരു ഇൻഫർമേഷൻ ഒന്നും കോളേജിൽ നിന്നും പാരൻസിനും ആർക്കും കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ മറ്റു രീതിയിലേക്ക് പോകാൻ തുടങ്ങും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡ്രഗ്സ് മറ്റുള്ള സംഭവങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ എത്തുന്നത്. ഇതിനൊക്കെ വല വിരിക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. നമ്മുടെ പാരൻസും നമ്മുടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ റൂട്ടും ചൂസ് ചെയ്യുന്ന ആളുകളും തെറ്റായി പോയതിന് കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അപ്പോൾ ഇതിൽ പാരൻസിനൊരു വലിയൊരു സ്വാധീനം ഉണ്ടല്ലേ? അപ്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് പാരൻസ് ആണ് ഇതിലൊക്കെ കുറച്ചുകൂടെ കൺസേൺ കൂടുതൽ. കുട്ടികൾക്ക് ഒന്നുകൂടെ കോളേജ് നല്ലതാവണം, ആംബിയൻസ് നല്ലതാവണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പാരൻസിൻ്റെ അടുത്ത് അൽത്താഫിന് കൊടുക്കാനുള്ള കുറച്ചൊരു ഉപദേശം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് അവരുടെ പാരൻസിൻ്റെ അടുത്ത്? ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വിദ്യാഭ്യാസം. 3 വർഷത്തെ എസ്പെഷ്യലി ഈ ഡിഗ്രി കാലഘട്ടം വിദ്യാഭ്യാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ സംഭവം ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മക്കളെ ഫ്രീ ആയിട്ട് അങ്ങ് വിടരുത്. അവർക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം, ഏത് കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുക്കാം, ഇനി എവിടെ പഠിക്കാം എന്നുള്ള ഓപ്ഷൻ വരെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. പക്ഷേ ഏത് കോളേജിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനം നിങ്ങളായിരിക്കും എടുക്കുന്നത്, പാരൻസ് ആയിട്ട് എടുക്കുന്നത്. പാരൻസ് വളരെ കൃത്യമായിട്ട് എന്ത് പഠിക്കണം എവിടെ പഠിക്കണം എന്ന തീരുമാനം കുട്ടിക്ക് വിട്ടുകൊടുത്താലും ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് കോളേജ്, ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ്, ആ കോളേജിൻ്റെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി, അവിടുത്തെ അക്കാദമിക് എക്സ്പോഷർ, ഇതൊക്കെ നമ്മുടെ പാരൻസ് ആവണം അത് ചൂസ് ചെയ്യാൻ. അത് ചൂസ് ചെയ്യാനുള്ള മെച്യൂരിറ്റി ഒന്നും നമ്മളെ മക്കൾക്കില്ല. ഇതൊക്കെ പാരൻസ് അതിന് വേണ്ടിയിട്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികൾ ഇവിടെയുണ്ട്. ആ രീതിയിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു 1 വീക്കിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങണം. എന്നിട്ട് ആ ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങളൊരു സമ്മറൈസ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മക്കൾക്ക് വിട്ടുകൊടുത്താലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് പല പാരൻസും പറയാറുണ്ട്, മോനൊരു 25,000 രൂപ അയക്കാൻ പറഞ്ഞിട്ടില്ല, എന്താ ചെയ്യണം? അപ്പം ഞാനപ്പോൾ അവിടുന്ന് മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ പാരൻറ്റ് എന്തിനാണ് ഈ പൈസ അയക്കുന്നതെന്നും ഇത് ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതെന്നും പാരൻസ് ഇതിനെക്കുറിച്ച് ബോധേഡല്ല. ഈ ബോധേഡല്ലാത്തത് കാരണം ഈ കുട്ടികളെ ഇഷ്ടത്തിന് അവരെ ഫ്രണ്ട്സ് അവിടെ പല കമ്പനികളായിട്ടുണ്ടാവും. ആ കമ്പനി അവർ പഠിക്കുന്ന കോളേജ് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് എടുക്കും. അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കണ്ടിട്ടുണ്ടാവും അവരേതായ രീതിയിൽ. അപ്പോൾ ഈ പാരൻസ് ഇതിൽ ഇടപെടാത്തോളം കാലം അവർ അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലങ്ങളിലേക്ക് അവരൊക്കെ എത്താൻ ഭയങ്കര ഈസി ആയിരിക്കും. നേരെ വെച്ച് പാരൻസ് ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എവിടെ പഠിക്കണം എന്നവരെയുള്ള തീരുമാനങ്ങൾ എടുക്കാം, ഏത് കോഴ്സ് എവിടെ പഠിക്കണം എന്നുള്ളത്. പക്ഷെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ പാരൻസിൻ്റെ അറിവോടെ കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഫണ്ട് അഡ്മിഷൻ എടുക്കുന്ന ഫണ്ട് ട്രാൻസ്ഫറിങ്, ഏത് കോളേജ്, എല്ലാ കാര്യങ്ങളും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ ക്യാമ്പസ് വിസിറ്റ് ചെയ്തതിന് ശേഷം അഡ്മിഷൻ എടുക്കണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പാരൻസ് ബോധേഡാവണം, നല്ല രീതിയിൽ ബോധേഡാവണം. സോ കണ്ടിരിക്കുന്ന പാരൻസിന് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം അൽത്താഫ് സാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ മലയാളികളെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ മലയാളികൾക്ക് പൊതുവേ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകളാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതും പ്രൊഫഷണൽ കോഴ്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അവിടെയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്തായിരിക്കും?
നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്ലസ് ടുവിൽ മാർക്ക് കുറവായിരുന്നു. എൻ്റെ പ്ലസ് ടു മാർക്ക് വെച്ചിട്ട് എനിക്ക് ഇവിടെ നല്ലൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല. കാരണം ഞാൻ പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ചില പൊളിറ്റിക്കൽ റെക്കമെൻഡേഷനൊക്കെ കയറിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ കയറണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്നത് 95-96% മാർക്കിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു കുട്ടി പ്ലസ് ടു സയൻസ് കഴിഞ്ഞൊരു കുട്ടി BSc കാർഡിയാക് എന്ന് പറഞ്ഞൊരു കോഴ്സിന് വേണ്ടിയിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകണം. ഈ കുട്ടിക്ക് 85% മാർക്കുള്ളത്. 85% മാർക്കിന് ഡിസ്റ്റിങ്ഷനായി, നല്ല മാർക്കാണ്. അതും നമ്മളെ കേരളത്തിലെ സിലബസ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള സിലബസാണ്. ഇതിന് 85% മാർക്ക് വന്നൊരു കുട്ടി ബ്രില്യൻ്റ് ആണ്. ഈ കുട്ടി കാർഡിയാക് കെയറിന് പോകണം. ഈ കാർഡിയാക് കെയറിന് കേരളത്തിൽ ഈ കുട്ടിക്ക് സീറ്റ് കിട്ടില്ല. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോളേജുകളിൽ നോക്കിയാൽ 120 സീറ്റ് ആകെ കാർഡിയാക്കിനുള്ളത്. ആകെ കാർഡിയാക്ക് എന്ന് പറഞ്ഞ കോഴ്സിന് ഒരു വർഷം കേരള ഗവൺമെൻറ് അണ്ടറിൽ വരുന്നത് 120 സീറ്റാണ്. ഈ 120 സീറ്റിന് 96-97% മാർക്കുള്ള കുട്ടികൾ ഫൈറ്റ് ചെയ്യണം. 96-97%. അപ്പോൾ ഈ 85% കുട്ടി ബ്രില്യൻ്റ് ആണ്. അവളെ ചിത്രത്തിലേ ഇല്ല കേരളത്തിലെ BSc കാർഡിയാക്ക്. സ്വാഭാവികമായിട്ടും നമ്മൾ ബാംഗ്ലൂരിനെ കുറിച്ചോ മറ്റുള്ളൊരു സ്റ്റേറ്റിനെ കുറിച്ചോ ആലോചിക്കുന്ന സമയത്ത് അവിടെ ഒരു കോളേജിൽ 40 സീറ്റ് ഉണ്ട്. അങ്ങനത്തെ നൂറുകണക്കിന് കോളേജുണ്ട് BSc കാർഡിയാക്കിന്. ഒരു കോളേജിൽ 40 സീറ്റ്, അങ്ങനത്തെ നൂറുകണക്കിന്. ഇപ്പോൾ എക്സാമ്പിൾ ബാംഗ്ലൂർ, ഒരു കോളേജിൽ 40 സീറ്റ്, അങ്ങനത്തെ നൂറുകണക്കിന് കോളേജ് ബാംഗ്ലൂരുണ്ട്. അത്രയും സീറ്റുകളുണ്ട് അവിടെ. അണ്ടർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, നമ്മുടെ നാട്ടിൽ കുഹാസ എങ്ങനെയാണോ അതുപോലെയുള്ള സംഭവമാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. അത് തമിഴ്നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് Dr. MGR യൂണിവേഴ്സിറ്റി, പിന്നെ നല്ല നല്ല ഡീംഡ് യൂണിവേഴ്സിറ്റി അവിടെയുണ്ട്, ഒരുപാട് അതുണ്ട്. അപ്പോൾ ഈ 80% കുട്ടി ഈ കുട്ടിയുടെ ഡ്രീം നിർത്തി വെച്ചിട്ട് വേറെ കോഴ്സിന് പോകണോ? ഈ കുട്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ വേണ്ടത്? ഡെഫിനറ്റ്ലി അവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകും. ഇതാണ് ഒരു ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്കാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ നല്ല കോളേജില്ല. അവിടുത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ എൻട്രൻസ് എക്സാമുകളുണ്ട് ഓരോ കോളേജിന്, സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ എല്ലാ അലോട്ട്മെൻറ്റ് രീതിയുണ്ട്. ഇതിലൊക്കെ നല്ലൊരു കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന് ചെറിയ ഫീസിന് നല്ല കോളേജ് അവിടെ കിട്ടും. നമ്മളെ നാട്ടിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ കാലിക്കറ്റ് ദേവഗിരി കോളേജ്, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള കോളേജുകളും ഒക്കെ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ ഒരു കുട്ടിക്ക് BBAക്കോ BScക്കോ BCAക്കോ ഒക്കെ കിട്ടണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാർക്കാണ്? നല്ല 90% എബോവ് ആണ്. അതുപോലെ ആണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതിലുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ്, സീറ്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ എന്നാൽ നമ്മുടെ മക്കൾക്ക് പഠിക്കണം. പ്ലസ് ടു കഴിഞ്ഞിട്ട് 100 കുട്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ 90 കുട്ടികളും ഹയർ സ്റ്റഡീസിന് വേണ്ടി താല്പര്യപ്പെടുന്ന നാടാണ് നമ്മുടെ കേരളം. പക്ഷേ ഈ 100 കുട്ടികൾക്ക് 90 കുട്ടികൾ ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 30-40 സീറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി സ്റ്റുഡൻറ് വിൽ ഗോ ഔട്ട് സൈഡ്. അതൊരിക്കലും നിർത്താൻ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരുപാട് സീറ്റുകൾ ഇനി വരണം. ഈ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ പഠിച്ചൊരു കുട്ടി അതുപോലെ ബാംഗ്ലൂർ പഠിച്ചൊരു കുട്ടി, ഇത് കമ്പയർ ചെയ്ത സമയത്ത് അക്കാദമിക് നോളജ് നോക്കുന്ന സമയത്ത് കേരളത്തിൽ പഠിച്ച കുട്ടിയാണ് അക്കാദമിക് നോളജിൽ ഒരു പടി മുന്നിലുണ്ടാവുക. പക്ഷെ കേവലം അക്കാദമിക് നോളജ് മാത്രം പോരാ ഇനിയുള്ള കാലത്ത്. സ്കിൽ ഓറിയൻറ്റഡ് ആണ് ഇനിയുള്ള സംഭവങ്ങളൊക്കെ. അപ്പാർട്ട് ഫ്രം അവർ സർട്ടിഫിക്കറ്റ് മാർക്ക്, ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയിൽ ഞാനൊരു സ്റ്റാഫിനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന അവൻ്റെ മാർക്കല്ല. അവൻ പാസ്സാണോ കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ ആ CV-യിലൊക്കെ കൊടുക്കുന്നിടത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം തന്നെയാണെങ്കിലും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവൻ്റെ സ്കില്ല്, ഒരു ടാസ്ക് നമ്മൾ ഇവനെ ഏൽപ്പിച്ചാൽ അത് ഇവന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ഒരു പ്രൊജക്റ്റ് ഇവനെ ഏൽപ്പിച്ചാൽ ഇവനത് കംപ്ലീറ്റ് ചെയ്യുമോ, ഇതിനുള്ള സ്കില്ലുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. ഈ സ്കില്ലുകളൊക്കെ വളരെ നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ബാംഗ്ലൂർ അതുപോലെ ചെന്നൈയിലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അക്കാദമിക് നോളജ് വളരെ നല്ല രീതിയിൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇതിന് പുറത്ത് നമുക്ക് വേണ്ട ഒരുപാട് അതർ സ്കില്ലുകളുണ്ട്. ഈ അതർ സ്കില്ലുകളൊക്കെ കിട്ടുന്നത് കേരളത്തിനെ കമ്പയർ ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളാണ്. കർണാടകയെ പോലെയുള്ള, ബാംഗ്ലൂരിനെ പോലെയുള്ള സിറ്റികളിലും ചെന്നൈയിനെ പോലെയുള്ള സിറ്റികളൊക്കെയാണ് കിട്ടുന്നത്. അതിനർത്ഥം കേരളത്തിൽ നല്ല കോളേജ് ഇല്ല എന്നുള്ള, നല്ല കോളേജ് ഉണ്ട്, നല്ല നിലവാരം പുലർത്തുന്ന കോളേജ് ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. പക്ഷേ അന്യ സംസ്ഥാനങ്ങളിൽ
ആ കോളേജൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അക്കാദമിക് എക്സ്പോഷർ, പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്, അതുപോലെ കണക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ തിയറി പേപ്പറിൻ്റെ അപ്പുറത്ത് വേറെ കുറേ സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അരച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഇവിടുത്തെ കോളേജിനെക്കാട്ടി ഒരു പടി മുമ്പിൽ അവിടുത്തെ കോളേജാണ്. പിന്നെ നെറ്റ്വർക്കിംഗ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമുക്ക് കണക്ഷൻ, നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാകും. ഇതൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് നല്ലൊരു പ്ലേസാണ് ബാംഗ്ലൂരും ചെന്നൈയൊക്കെ. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണ് കിട്ടുക. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതിൽ തന്നെ മലബാർ ഏരിയാസിലൊക്കെ ഉള്ള പാരൻസിന് അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഫാമിലീസാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇത്ര പൈസ ചിലവാക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ അതിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണെന്നുണ്ടെങ്കിലും ഏജന്റുമാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി നമ്മുടെ ഈ മലബാറുള്ള ഈ പാരൻസിൻ്റെ ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക്, ഭയങ്കര സന്തോഷം. എൻ്റെ മോളെ എഡ്യൂക്കേഷന് വേണ്ടി എന്തും ചെയ്യും. എസ്പെഷ്യലി മലബാറിലെ പാരൻസ്, ഞാനിപ്പോൾ റീസെൻ്റ്ലി കാണുന്ന സമയത്ത് ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പാരൻസ് ദേ ആർ റെഡി ടു സ്പെൻഡ്. അവർക്ക് എഡ്യൂക്കേഷൻ ഒരു കാലത്ത് അവർക്ക് ഒന്നും കിട്ടാത്ത എഡ്യൂക്കേഷൻ അവരുടെ മക്കളിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് മലബാറിലെ പാരൻസിനെ സംബന്ധിച്ചാൽ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. അവർ എത്രയും അവർ സ്പെൻഡ് ചെയ്യും. ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു മെൻറ്റാലിറ്റിയെ ചൂഷണം ചെയ്യാൻ ഒരുപാട് ആൾക്കാർ, ഇത് ചൂഷണം ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ ഈ ആഡ് ഓൺ പ്രോഗ്രാംസിൻ്റെ ചതികൾ പറഞ്ഞു, അതുപോലെ ഈ പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് വളരെ മാർക്കറ്റിംഗ് രീതിയിലുള്ള ഈ ചതികൾ പറഞ്ഞു, ഈ പിന്നെ അതുപോലെ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലുള്ള സംഭവം, ഇതിലൊക്കെ പെട്ടുപോകുന്നത് ഇതേപോലുള്ള പാരൻസ്, എസ്പെഷ്യലി മലബാറിലെ പാരൻസ് ആണ് പെട്ടുപോകുന്നത്. ഞാനത് മനസ്സിലാക്കിയത്. കാരണം ഈ മലബാറിലെ പേരൻസ് അവരെന്താ വെച്ചാൽ അവർ കുറേയൊക്കെ ഇപ്പോൾ തെക്കോട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അവർ കുറേയൊക്കെ എന്താ പറയുക അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ മലബാറിലുള്ള ആളുകൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ദാറ്റ് ട്രസ്റ്റിങ്. അവർ എഡ്യൂക്കേഷൻ അല്ലേ, അവിടെ ആരാണ് നമ്മളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി മലബാറിലുള്ള ഈ ഒരു ആളുകളുടെ മെൻറ്റാലിറ്റിയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഡു പ്രൂഫ് എന്നത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരാളും ചൂഷണം ചെയ്യാൻ പാടില്ല. ഇവർ ദേ ആർ റെഡി ടു സ്പെൻഡ് എനിവേ. വി ആർ കളക്ടിങ് മണി ഫ്രം സ്റ്റുഡൻസ് പാരൻസ്, സോ വി നീഡ് ടു ഡെലിവർ ദ ബെറ്റർ തിങ്സ്. അത് നമ്മൾ അത്രയും ഉറപ്പ് വരുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ മലബാറിലെ പേരൻസൊക്കെ, ഞാൻ എസ്പെഷ്യലി മലബാറിലെ പേരൻസ് എന്ന് പറഞ്ഞാൽ അവർ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്ക് നിരന്തരം ദുബായ്, അതുപോലെ സൗദി, ഇവിടെ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മൾ കണക്ഷൻ ത്രൂ പോകുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇവരെ ഈ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നമ്മളെ ഇവിടുത്തെ കുട്ടികളൊക്കെ വളരെ നല്ല ഹൈപ്പോട് കൂടിയിട്ട് ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഇവർ ഈ പാരൻസിനെ ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണത്തിൽ ഒരു പരിധിവരെ ഈ കുട്ടികൾ അകപ്പെട്ടു പോകണം. വൺസ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പെട്ടുപോയി, ഈ പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത് ഈ കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നത്. ഈ പാരൻസിൻ്റെ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ ഈ പാരൻസ് ഈ നല്ല രീതിയിൽ അവർ കുട്ടികളെ സ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് 2025-26 അഡ്മിഷനിൽ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം എങ്ങനെയായിട്ടുള്ളൂ, ഒരു മാസം മുമ്പായിരുന്നു എക്സാം. അപ്പോൾ ഒരു പാരൻ്റ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഫീസ് ഇനി ഒരു 90,000 പെൻഡിങ് ഉണ്ട്, ഞാൻ ലീവ് കഴിഞ്ഞിപ്പോൾ എത്തിയതേ ഉള്ളൂ, ഞാൻ ഈ മാസത്തെ സാലറി കിട്ടിയിട്ട് എൻ്റെ റൂംമേറ്റിൻ്റെ സാലറിയും കൂടെ കടം വാങ്ങിയിട്ട് ഫസ്റ്റ് ഇയർ ഫീസ് അടക്കാട്ടോ. കാരണം നീ ആ ഒരു സംഭവം നോക്കൂ, അവരെ ആ സാലറിയും റൂംമേറ്റിൻ്റെ സാലറിയും കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ അയക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സൗകര്യം പോലെ അടച്ചാൽ മതി, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം അത്രയും അവർ അത്രയും അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്.
ഈ ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്ന സമയത്ത് ഇതിന് ശരിയായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം. ഇവർ എനിവേ ദർ സ്പെൻഡിങ് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതും. നാളെ പെഡു പ്രൂഫിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മളെ കാണുന്ന ആളുകൾക്ക് ഇനി അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാൻ പാടില്ല. ഇനി അവരെ ലൂട്ട് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അവർക്ക് 100% ഉറപ്പോടുകൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ളൊരു അതെ അവർ വന്നാൽ എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് വരണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ അടുത്ത് വരണം എന്നല്ല പറയുന്നത്. ഇവർ നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പ്രൊഫഷണലി കാര്യങ്ങൾ ചെയ്യുന്ന, ഞാനിപ്പോൾ പറഞ്ഞ പ്രൊഫഷണലി കാര്യങ്ങൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ഉണ്ട്, സ്റ്റാഫിനെ വെച്ചിട്ട് വളരെ വൃത്തിയായിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ പോയിക്കോ, നിങ്ങൾ അഡ്മിഷൻ എടുത്തു. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു സജഷൻ എടുത്തിട്ട് നിങ്ങളുടെ സഹോദരൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ കസിൻ ബാംഗ്ലൂർ വർക്ക് ചെയ്ത് ഇവരുടെ വാക്കുകളൊന്നും കേട്ട് നിങ്ങൾ പോയാൽ എഗെയിൻ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള ഈ ഒരു ഈ പാരൻസിൻ്റെ ഈ സ്പെൻഡിങ് മെൻറ്റാലിറ്റി ഇനി ചൂഷണം ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. അവർക്ക് നല്ലത് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് നമുക്കുള്ളത്. പലപ്പോഴും പുറത്തും അതുപോലെ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പ്രധാനമായും പറ്റുന്ന ഒരു ചതിക്കുഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തെറ്റെന്ന് പറയുന്നത് ആലോചിക്കാതെയുള്ള തീരുമാനങ്ങളും അതുപോലെ എടുത്തുചാട്ടങ്ങളും ഒക്കെയാണ്. സോ ഇത്തരത്തിൽ അവരുടെ ഒരു കഴിവും സ്കില്ലും ഒക്കെ നോക്കിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? ഞാൻ പറയും, ഒരു +2 കഴിഞ്ഞൊരു കുട്ടി 17 വയസ്സ് 18 വയസ്സ് മാക്സിമം, ഈ കുട്ടി ഒരിക്കലും നോട്ട് ഇനഫ് മെച്യൂർ ടു ടേക്ക് എ ഡിസിഷൻ. എന്താണ് എൻ്റെ കരിയർ പാത്ത്, എന്താണ് എൻ്റെ കരിയർ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു നോട്ട് ഇനഫ് ആ ഒരു മെച്യൂരിറ്റി ലെവൽ അവർക്ക് എത്തിയിട്ടില്ല. അവർക്ക് എത്തും കുറച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് +2 കഴിഞ്ഞിട്ടാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഇപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സിന് പ്രിപ്പയർ ചെയ്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഈ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും എൻ്റെ അധ്യാപകന്മാരും മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, CA നല്ലൊരു പ്രൊഫഷനാണ്, നിങ്ങളത് CA കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് ഇത്ര സാലറി ഉണ്ടാവും, ഒരു സൈൻ ചെയ്താൽ 25,000-50,000 ഒക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു സംഭവം, ഒരു കുറച്ച് നല്ല ഒരു സുഖിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണുന്ന സമയത്ത് അതിൽ നമ്മൾ അട്രാക്റ്റഡ് ആയിട്ടാണ് ഞാൻ CAക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറയുന്നത്. ഫാദർ ഞാൻ CAക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഫാദർ ഓക്കെ നിനക്ക് വേണമെങ്കിൽ നീ വിട്ടോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഫാദറും പറഞ്ഞു. ഞാൻ അതിനു വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തു. ജസ്റ്റ് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക എന്നല്ലാതെ അതിലപ്പുറത്ത് എനിക്ക് CAയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പകുതി വെച്ച് ഞാൻ CA നിർത്തി. ആ സമയത്ത് എന്നോട് ആരോ പറഞ്ഞു, നീ ഇതിൻ്റെ കൂടെ BCom ചെയ്തോ എന്ന് പറഞ്ഞത് കൊണ്ട് ആഫ്റ്റർ 2 ഇയർ ഞാൻ CA സ്റ്റോപ്പ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഞാൻ BCom സെക്കൻഡ് ഇയർ ആയിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് BCom കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എടുക്കുന്ന തീരുമാനം, ഒരു കുട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല. ഇപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഈ CAക്കാരെ കാണുന്നുണ്ട്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അവരിപ്പോൾ നമ്മളെ കമ്പനിയുടെ വർക്ക് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന രീതി കാണുമ്പോൾ തന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ ഒരു സമയത്ത് ഞാൻ CA കണ്ടിന്യൂ ചെയ്തിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വർക്കിലും ഒരുപക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേഷൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആവണമെന്നില്ല. അതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാകാം, നിങ്ങളെ ഇഷ്ടങ്ങൾ ശരിയാകാം, പക്ഷേ നിങ്ങൾ അഡ്വൈസ് എടുക്കണം. ഈ ഫീൽഡിൽ കരിയർ ഗൈഡൻസിലോ അതല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. ഒരുപക്ഷെ ഒരു ഡീപ്പ് ചർച്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എക്സാക്ട്ലി വാട്ട് ഐ ആം തിങ്കിങ്, എന്താണ് ഇത് കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പറയുന്നത്, കുട്ടികളെ നമ്മൾ തിരുത്തല്ല ചെയ്യുന്നത്, അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ നല്ല ഗൈഡൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ നമുക്ക് പല രീതിയിൽ നിന്നുള്ള ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റാം. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അശ്വതി തന്നെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, പഠിച്ചത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഫാമിലി തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ പലതും കഴിഞ്ഞിട്ട് അവർ പറയുന്നൊരു സംഭവമാണ്, സർ എനിക്ക് ആ ഒരു ഫീൽഡ് എനിക്ക് ഓക്കെ അല്ല, സോ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ആ ഫീൽഡ് അവർക്ക് ഓക്കെ അല്ല എന്ന് അവർ +2 കഴിഞ്ഞ് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ അവർ ആ ഗ്രാജുവേഷൻ, അവർ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ, അവർ ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈമാണ്. പേരിനൊരു ഡിഗ്രി മാത്രമുണ്ട്.
എന്നിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ അനലൈസ് ചെയ്യാനും ഇതൊക്കെ സമ്മറി ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ കുറിച്ചൊക്കെ അറിയാം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലും ഇന്ന് പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ തന്നെ നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള അസസ്മെൻറ്റ് കിട്ടുന്നത് രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. ഇത് പേരിനൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇപ്പം നമ്മുടെ എൻ്റെ എഡുപ്രൂഫിലൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊന്നാണ് കൊടുക്കുന്നത്. ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ റിസൾട്ട് ഒരു 30-35 പേജിലാണ് ആ കുട്ടീൻ്റെ റിസൾട്ട് വരുന്നത്. ഇത് നമ്മളെ സൈക്കാട്രിസ്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് ഈ കുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്, പക്ഷെ ഇതൊക്കെ പാരൻസ് അറിഞ്ഞിരിക്കണം എങ്ങനെയുണ്ട്. പാരൻസ് ഒന്നും അവെയർ അല്ല എന്നുള്ളതാണ് സത്യം. അതെ, എക്സാക്ട്ലി, അതാണ് സത്യം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പാരൻസ് അറിഞ്ഞ് ഇതിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ബെറ്റർ തിങ്സ് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കച്ചവടവൽക്കരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണി ഓറിയൻറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിൽ വിദ്യാഭ്യാസം കച്ചവടമാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അൽത്താഫിന് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വിദ്യാഭ്യാസം കച്ചവടമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കച്ചവടമാകുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം, ഏത് ഫീൽഡാണ് ഇപ്പോൾ കച്ചവടം അല്ലാത്തത്? ഇപ്പോൾ ആരോഗ്യരംഗം എടുത്താൽ തന്നെ ആരോഗ്യരംഗത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യരംഗമാണെങ്കിലും വേറെ ഏത് രംഗത്തേക്ക് പുറപ്പെട്ടാലും എല്ലാം ഒരു കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗം തന്നെയാണ്, ഒരു കച്ചവടവൽക്കരിക്കപ്പെട്ട സാധനം തന്നെയാണ് ഇന്ന് ലോകത്തിലെ എല്ലാ സമയം. നമ്മളെ ഒരു സമയം അങ്ങനെയാണ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. പക്ഷേ ഇവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൈസ കൊടുക്കുന്നതിനുള്ള മോണിറ്ററി ബെനഫിറ്റ് എന്ന് പറയാം, എന്താ പറയുക, നമ്മൾ പൈസ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ആ പൈസക്കുള്ള സംഭവം നമുക്ക് തിരിച്ച് ഡെലിവേർഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ അത് പ്രശ്നമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ബാംഗ്ലൂർ തന്നെ എടുക്കാം. ബാംഗ്ലൂർ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 1.5 ലക്ഷം രൂപ പെർ ഇയർ ഫീസുള്ള കോളേജുണ്ട്. 1.5 ലക്ഷം ഇൻറ്റു 4 6 ലക്ഷം, അതായത് 4 വർഷത്തേക്ക് 6 വർഷം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സെയിം VT യൂണിവേഴ്സിറ്റി, വിശ്വേശ്വര ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അവിടുന്ന് കഴിയുന്നത്. ഇതേ സാധനം, ഇതേ ബിടെക് CS 80 ലക്ഷത്തിന് കൊടുക്കുന്ന കോളേജുണ്ട്. ഡൊണേഷനും ഫീസും എല്ലാം കൂടെ 80 ലക്ഷം 90 ലക്ഷത്തിന് കൊടുക്കുന്ന കോളേജുണ്ട്. ഇത് രണ്ടും ബിടെക് കമ്പ്യൂട്ടർ സയൻസാണ്. പക്ഷേ ഇതിലുള്ള സംഭവം എന്ന് വെച്ചാൽ, ഈ 80-90 ലക്ഷത്തിന് കൊടുക്കുന്ന ഈ കോളേജിൽ സീറ്റ് എപ്പോഴും ഫില്ലാ. ഈ 6 ലക്ഷത്തിൻ്റെ കോളേജിൽ എപ്പോഴും സീറ്റ് വേക്കൻ്റാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 80 ലക്ഷത്തിന് നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ 80 ലക്ഷം 60 ലക്ഷം അങ്ങനെയൊക്കെയുള്ള മോർ ദാൻ 50 ഈ കോളേജുകളിൽ സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പല കമ്പനികളിലും പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് വരാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത്, അതും വിത്ത് ദ സാലറി ഓഫ് 3 lakh 4 lakh. ഒരു പഠിക്കുന്ന കുട്ടിക്ക് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, വ്യക്തമായ രീതിയിൽ IV കിട്ടുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ വിസിറ്റ് കിട്ടുന്നുണ്ട്, മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ വളരെ നല്ല രീതിയിൽ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ഇവർ സ്കിൽഡ് ആവുകയാണ് ഓൾറെഡി ഇങ്ങനത്തെ ക്യാമ്പസിലെത്തുന്നത്. ഇവർ ഓൾറെഡി ഒരു കമ്പനിക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ ഈ സ്റ്റുഡൻസ് ആ ഒരു പ്രൊഡക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ രീതിയിലുള്ള സാലറിയൊക്കെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കച്ചവടം വൽക്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു ബഡ്ജറ്റ്, നമ്മളൊരു ഫീസ് എൻ്റെ കുട്ടിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ BCA, അതല്ലെങ്കിൽ വേറെ ഏത് കോഴ്സാണെങ്കിലും, നഴ്സിംഗിനാണെങ്കിലും. പക്ഷെ ആ കൊടുക്കുന്ന പൈസക്ക് ഉള്ള ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ടോ? ആ കോളേജിൽ ഞാൻ 7 lakh 8 lakh ഫീസ് കൊടുത്താൽ ആ കൊടുക്കുന്ന ഫീസിനുള്ള ഒരു തിരിച്ച് റിട്ടേൺ ആ കോളേജ് നമുക്ക് ഡെലിവേർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഒരുപാട് നല്ല കോളേജുകളും നമുക്ക് ഇതേപോലെ ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഈ കോളേജസിന്റെ ഈ ചതിക്കുഴികളെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് ചോദിക്കുന്നത്, നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തരുന്ന ഒരുപാട് കോളേജുകൾ ഇപ്പം നമ്മളുടെ കേരളത്തിലായാലും പുറത്തുമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ പാരൻസും കുട്ടികളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു ബിസി വേൾഡിലാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക?
അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു നല്ലൊരു കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ. ഒരു കുട്ടിക്ക് നാളെ അല്ലെങ്കിൽ അവനൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലം. ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള കുട്ടികളിൽ നിന്ന് ഡിഫറെൻറ്റ് കൾച്ചറുകൾ പഠിക്കുകയും ഡിഫറെൻറ്റ് ലാംഗ്വേജുകൾ ക്യാച്ച് ചെയ്യും. അതോടൊപ്പം അവരുടെ അക്കാദമിക്കിൽ പൂർണ്ണ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അക്കാദമിക്കിലുള്ള ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇതാണ് ഒരു നല്ല ക്യാമ്പസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ നല്ല ക്യാമ്പസുകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിലുള്ളൊരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നല്ല പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ അടുത്ത് ഒരു പക്ഷേ പോയി ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ട് പറഞ്ഞുതരും. രണ്ടാമത് പേരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഇവരുടെ അടുത്ത് ചോദ്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി വിച്ച് വൺ ഈസ് ദ ബെറ്റർ കോളേജ് ഫോർ ദിസ് എന്ന് ചോദിച്ചാൽ ഞാനൊരു 3-4 കോളേജ് അവർക്ക് കൊടുക്കും. അവരെ ബഡ്ജറ്റിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു 4 കോളേജ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ദേ വാണ്ട് ടു സ്റ്റഡി ഇൻ മാംഗ്ലൂർ, അപ്പോൾ മാംഗ്ലൂരിൽ 4 കോളേജ് കൊടുക്കും. അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ 4 കോളേജ് കൊടുക്കും. ഈ 4 കോളേജ് ഞാൻ അവരുടെ മുന്നിലേക്ക് ഇട്ടെടുത്ത് പിന്നെ ഞാനും പാരൻസും കുട്ടികളും അതിൻ്റെ പേരിലുള്ള ചർച്ചയാണ് ഒരു 1/2 മണിക്കൂർ. ഈ കോളേജിന് മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്നതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതിൽ ഡിസ്കഷൻ ചെയ്തിട്ട് പിന്നെ കുട്ടി ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലുകളിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേസ്ഡ് ആയ കുട്ടികളെ കുറിച്ച് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബോധ്യപ്പെടും. പിന്നെ നമ്മളൊക്കെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എവിടെയാണ് നല്ല കോളേജ്. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് പാരൻസിന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒരു ബെസ്റ്റായിട്ടുള്ള ആളെ ചൂസ് ചെയ്യാം ഈ അഡ്മിഷന് വേണ്ടിയിട്ട്. നല്ലൊരു പ്രൊഫഷണലിയുള്ള ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റിനെ ഒക്കെ ചെയ്തിട്ട് അതല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് ഈ സംഭവം ശരിയായിട്ട് കിട്ടും. ഇതിനെ ഞാൻ വീണ്ടും പറയുന്നത്, ഇതിന് നിങ്ങൾക്ക് ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ പ്രൊഫഷണലി ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളൊരു ഒരു ഓഫീസിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. ഈ സ്റ്റാഫിന് ആരെടുത്ത് ചോദിച്ചാലും ഈ സ്റ്റാഫിന് എന്താണ് കോളേജിൽ നിന്ന്, എന്താണ് കോഴ്സ് എന്നും, എന്താണ് ആ കോഴ്സ് പഠിച്ചാലുള്ള ഉപകാരങ്ങളും ഒക്കെ ഈ സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റും. കാരണം അവർ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സീസണിൽ വന്നത് തട്ടിക്കൂട്ടുന്ന ഓഫീസുകളാണെങ്കിലും ഈ വീടുകളിൽ കയറിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ഈ കോഴ്സിനെ കുറിച്ച് 2 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാൽ അവർ ഒന്നും പറയാൻ അറിയില്ല. അവർക്ക് they just want that monetary benefit. Apart from that, they never think about student future. So ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ രീതിയിലുള്ള പ്രൊഫഷണലി ആയിട്ടുള്ള അതെ അവർ സീക്ക് ചെയ്യണം. ഇനി അതിനു വേണ്ടി പാരൻസും സ്റ്റുഡൻസും 1, 2, 3, 4, 5 ദിവസം എടുത്തോട്ടെ, പ്രശ്നമില്ല. കാരണം അവരെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. സമയം എടുത്തിട്ട് ചെയ്താൽ മതി. അതുപോലെ ഇപ്പോൾ അശ്വതി പറഞ്ഞ പോലെ ഈ പാരൻസിന് ഇത് എങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞു, ഇത് കിട്ടാതിരിക്കാൻ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പം നമ്മളെ ഈ സീസണിൽ വരുന്ന ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള ഓഫീസുകൾ, അതുപോലെ വീട്ടിൽ കയറിയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ, അതുപോലെ ഈ സ്റ്റുഡൻസ് വഴി അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട് പാരൻസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഇന്ന് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നാളെ സീറ്റ് ഉണ്ടാവില്ല കേട്ടോ, നാളെ അഡ്മിഷൻ പൈസ തന്നിട്ടില്ലെങ്കിൽ സീറ്റ് ഉണ്ടാവില്ല, പിന്നെ എന്നോട് സീറ്റ്. ഇവർ പാരൻസിനെ ഒരു ത്രട്ടനിങ് മൂഡാണത്. ഇവർ ഈ പറയുന്ന കോളേജിൽ ക്ലാസ് തുടങ്ങി 1 മാസം കഴിഞ്ഞ് പോയാലും 10 സീറ്റ് വാങ്ങി കൊടുക്കാൻ പറ്റും. സീറ്റൊന്നും അവിടെ ഫില്ലാവില്ല. ഈ രീതിയിൽ ഉള്ള ഒരു സംഭവം, ഒരു മാർക്കറ്റിംഗ് സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പാരൻസിനോടും സ്റ്റുഡൻസിനോടും പറയുന്നത്, നിങ്ങൾ വിജിലൻ്റ് ആവണം, നിങ്ങൾ അവെയർ ആവണം എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്. ഈ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ പറയുന്ന പോലെ മറ്റുള്ള ഒന്നിലും നിങ്ങൾ പെട്ടുപോയത്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു സംഭവത്തിൽ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള നിങ്ങളെ മക്കളുടെ ഫ്യൂച്ചർ മുന്നോട്ട് പോകാൻ. ഓക്കെ അപ്പം നമ്മൾ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഹയർ സ്റ്റഡീസിൻ്റെതൊക്കെ പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം ഉപരി നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയായി വന്ന് ആ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടാൻ മറ്റെന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്? അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു സ്റ്റുഡൻറ്റിന് ഒരു നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ ജോലി അവന് കിട്ടണമെങ്കിൽ, ഞാൻ ഒരിക്കലും പറയുന്നില്ല അവന് 100% അവൻ്റെ സർട്ടിഫിക്കറ്റാണ് അതിനൊരു മുൻതൂക്കം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പാർട്ട് ഫ്രം ദിസ് സർട്ടിഫിക്കറ്റ് സ്കോർ,
നമുക്ക് വേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഒരു ഏറ്റവും സിമ്പിളായിട്ട് പറയാം. ഒരു 90% ഒരു മാർക്കുള്ളൊരു കുട്ടിയും 60% മാർക്കുള്ളൊരു കുട്ടിയും, ഇവർ രണ്ടുപേരും ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് പോവാണ്. 90% മാർക്കുള്ള കുട്ടിക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒരു മാനേജബിൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ 60% മാർക്കുള്ള ഒരാൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഈ 90% മാർക്കുള്ള കുട്ടിക്കാണോ 60% മാർക്കുള്ള ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുന്ന കുട്ടിക്കാണോ അവിടെ ജോലി കിട്ടുക? അശ്വതിൻ്റെ ഒരു ഓപ്ഷൻ എന്താണ്? 60% മാർക്കുള്ള യെസ്, 60%. ഈ 90% മാർക്കുള്ള കുട്ടിക്കല്ല അവിടെ ചാൻസ്, അവിടെ ഈ 60%. അപ്പം ഈ സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്ന മാർക്കിനപ്പുറത്ത് ഇവർ നേടിയെടുക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എവിടെ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ളൊരു സ്കില്ല്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ലൈഫിൽ നമ്മൾ നാളെ ഒരു ജോലി സെർച്ച് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തോ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് പല ടെസ്റ്റുകളും പല എൻട്രൻസ് എക്സാമുകളും എല്ലാം ഈ കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും അവൻ്റെ ലൈഫ് ഓൾമോസ്റ്റ് സെറ്റിൽഡായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഠനത്തിന് പുറത്ത് ഇവർക്ക് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ LLB പഠിക്കുന്ന ഒരു കുട്ടി മ്യൂട്ട് കോട്ട് എന്നൊരു സാധനം ഉണ്ടാവും. അതായത് ഈ പാഠപുസ്തകത്തിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് എന്നൊക്കെ നമ്മൾ പറയും, എക്സ്ട്രാ സ്കില്ലുകൾ നമ്മൾ പറയും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റഡി എങ്കിൽ, ഇതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നമ്മുടെ കോളേജിലെങ്കിൽ അവർക്ക് 100% പ്ലേസ്മെൻ്റ് ആവും. അത് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ്. നമ്മളെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് നമ്മളെ ഗ്രാജുവേഷൻ ടൈം. ആ സമയത്ത് ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും. ഇവരൊക്കെ ഈ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും ബെസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റുഡൻസിന് ഈ ഒരു പ്രൊഫഷണൽ വേയിലേക്ക് മാറണം. നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ഈ പ്രൊഫഷണൽ വേ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിലോ ആവറേജ് കോളേജിലാണ് നമ്മളെ നാട്ടിലെ 70% കുട്ടികൾ എത്തിപ്പെടുന്നത്. ഇവിടേക്ക് എത്തിയാലും നമ്മളെ യഥാർത്ഥത്തിൽ +2 കഴിഞ്ഞ് നമ്മളെ കുട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനേഴ്സ് ഉണ്ട്, ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പഠിച്ചിറങ്ങുമ്പോൾ അതുപോലെ അവരുണ്ടാവില്ല ഇങ്ങനത്തെ കോളേജുകളൊക്കെ പോയാലും. ഇതൊക്കെ നമ്മൾ ആ രീതിയിലുള്ള കോളേജ്, ഇപ്പോൾ നമ്മുടെ ലെക്ചേഴ്സ് വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ അടുത്തിരിക്കുന്ന കുട്ടി വളരെ പ്രൊഫഷണലൈസ് നമ്മൾ ഡീൽ ചെയ്യുന്നു. ക്ലാസ് റൂമുകൾ പ്രൊഫഷണൽ ടോക്കുകളാണ്, സംസാരങ്ങൾ ആ രീതിയിലാകുമ്പോൾ പ്രൊഫഷൻ അവർ അറിയാതെ അവർ ഇമ്പ്രൂവ് ആവും. ഗ്രാജുവലി അവർ ഇമ്പ്രൂവ് ആവും. ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ തിളങ്ങാൻ. നാളെ ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സംഭവം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 4 പോയിന്റുകൾ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ എക്സ്ട്രാ പ്രൊഫഷണൽ സ്കില്ല്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷൻസ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ സ്കില്ല്, അവർ അത് പഠിക്കുന്ന സമയത്ത് ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ക്യാമ്പസിൽ പഠിച്ചാൽ 100% they will get പ്ലേസ്മെൻറ്റ്. അവർക്ക് നല്ല ജോലി കിട്ടും. ഈ നല്ല ജോലി ഇങ്ങനെ ഇല്ലാത്ത കോളേജുകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ബാംഗ്ലൂർ, ഇപ്പം ഞാൻ ഒരുപാട് നെഗറ്റീവ് പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെയുള്ള ക്യാമ്പസുകൾ ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, മംഗലാപുരത്തുണ്ട്, മൈസൂരുണ്ട്, കോയമ്പത്തൂരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ മലയാളി കുട്ടികളിൽ മെജോറിറ്റിയും ഇങ്ങനത്തെ കോളേജുകളിൽ എത്തുന്നില്ല എന്നുള്ള ഫീസ് അതിലൊരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് നല്ല കോളേജസിൽ ഫീസ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബാംഗ്ലൂരിലായാലും കുഴപ്പമില്ല, ചെറിയ ഫീസിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു തോട്ട് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ആ എക്സാമ്പിൾ എന്ന് വെച്ചാൽ 80 ലക്ഷം 70 ലക്ഷമൊക്കെ ബിടെക്കിന് വരുന്ന കോളേജ്, ആ കോളേജിൽ പഠിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മളെ ഒരു സംഭവം അതിന് അനുവദിക്കില്ല. പക്ഷേ ഇവിടേക്കാണ് ഈ ലോൺ എടുക്കുന്ന സംഭവം, ലോൺ എടുത്ത് പഠിക്കുന്നൊരു സംഭവമുണ്ട്. ലോൺ എടുത്ത് നമുക്ക് എത്രയും ലോൺ എടുക്കാം. വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വന്തം വീട് പണയം വെച്ചിട്ട് പഠിപ്പിക്കുന്നതിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ എവിടെ വിദ്യാഭ്യാസം എടുക്കുന്നു, എവിടെയാണ് നമ്മൾ പോകുന്നത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നാളെ ഈ ഒരു വീട് പണയം വെച്ചിട്ട് ലോൺ എടുത്താലും എനിക്ക് ജോലിക്ക് വിത്തിൻ 1 or 2 year ഐ ക്യാൻ സെറ്റിൽ ദിസ് എന്നുള്ളൊരു സെറ്റപ്പ്, ആ ഒരു മൈൻഡ് സെറ്റും അതിനുള്ള സാഹചര്യവും കഴിവും അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ല.
പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് സംബന്ധിച്ചാൽ പക്ഷേ പലർക്കും ഈ ലോണും മറ്റുള്ള സംഭവമൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ബഡ്ജറ്റ് വളരെ പരിമിതമായിരിക്കും. ഇങ്ങനെ പരിമിതമാകുന്ന സമയത്ത് ഇപ്പം നമ്മളടുത്തൊക്കെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു അശ്വതി വരികയാണ്, അശ്വതിൻ്റെ ഒരു അനിയന് ഒരു അഡ്മിഷൻ വേണ്ടിയിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ഒരു 5 ലക്ഷം പാക്കേജ് ഒരു കോഴ്സിന്. അപ്പോൾ ഞാൻ പറയും അവരോടത്ത് നിങ്ങൾക്ക് ഒരു 2 ലക്ഷം കൂടെ ഉണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്, നല്ല പ്ലേസ്മെൻറ്റ് വരുന്നതുണ്ട്. സാറെ പറ്റില്ല, നമുക്ക് 5 ലക്ഷമാണുള്ളത്. അപ്പോൾ 5 ലക്ഷമാണെങ്കിൽ അവരൊരു കോളേജ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം അതിന് 5 ലക്ഷമാണ്. ഞാനൊരു കാര്യം വെച്ചാൽ നിങ്ങൾ 5 ലക്ഷത്തിനുള്ള കോളേജ് എടുക്കണം, 4 ലക്ഷത്തിന് ഈ പറഞ്ഞ 5 ലക്ഷത്തിനെക്കാട്ടിലും ബെനിഫിറ്റ് കിട്ടുന്ന കോളേജ് ഞാൻ പറഞ്ഞുതരാം. ഇനി അവരെ ബഡ്ജറ്റ് ആ രീതിയിൽ നമ്മളൊന്ന് ഗൈഡ് ചെയ്യും. ഈ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ 5 ലക്ഷത്തിൻ്റെ കോളേജ് 5 ലക്ഷമാണ് ഞങ്ങളെ മാക്സിമം. അപ്പോൾ ആ 5 ലക്ഷത്തിൽ ഇപ്പോൾ ബാംഗ്ലൂർ കിട്ടുകയാണെങ്കിൽ ഈ 5 ലക്ഷത്തിൽ ആ 5 ലക്ഷത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു 4 ക്യാമ്പസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു കൊടുക്കും, ഡീമെറിറ്റ്സ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചില ഡീമെറിറ്റ്സുകൾ അവർക്ക് വേക്കപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ കോളേജ് ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഉടനീളം കേട്ടിട്ടുള്ള ഒരു പേരാണ് എഡ്യൂപ്രൂഫ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സാറിന് അത്രയും പ്രൊഫഷണലായിട്ട് പറയാൻ പറ്റുന്നുണ്ടായത് നിങ്ങൾ ഈ സർവീസസ് എല്ലാം അത്രയും കൃത്യമായിട്ട് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത് കൊണ്ടായിരിക്കും. സോ ഇത് കാണുന്ന ഓഡിയൻസിന് എന്തൊക്കെയാണ് നിങ്ങൾ എഡ്യൂപ്രൂഫ് ത്രൂ ചെയ്യുന്നത് എന്നുള്ളത് പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എഡുപ്രൂഫ് ഇപ്പോൾ വന്നത് നമ്മൾ മഞ്ചേരി ഇ.ഡി.യു മാള് കച്ചേരിപ്പടി എന്നുള്ളൊരു ബൈപ്പാസ് ഇ.ഡി.യു മാളിലാണ്. നമ്മളെ ഇ.ഡി.യു മാൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാളാണ്. അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡുള്ള സംഭവങ്ങൾ മാത്രമേ ഇ.ഡി.യു മാളുള്ളൂ. ആ ഇ.ഡി.യു മാളിലാണ് നമ്മൾ ഓഫീസ് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ 10ഓളം വർഷമായിട്ട് ഞാൻ ക്യാമ്പസ് ലൈവ് എഡ്യൂക്കേഷൻ സർവീസുമായിട്ട് മുന്നോട്ട് പോയി. ഈ ഒരു സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ മഞ്ചേരി നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സറൗണ്ടിങ്സ്, ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള സറൗണ്ടിങ്സ്, ഇപ്പോൾ കാലിക്കറ്റും ഞാൻ ഗൈഡൻസ് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് ചില ദിവസങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് കാലിക്കറ്റ് എന്നെ വന്ന് കാണാൻ പറ്റുന്ന കുട്ടികൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റോ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന സംഭവം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഇന്ത്യയിലെ നമ്പർ 1 ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ ഒരു 20-25 മിനിറ്റ് ഡ്യൂറേഷനിലാണ് ഈ കുട്ടി ഇത് ചെയ്യേണ്ടത്. ഈ ഡ്യൂറേഷനിൽ ഈ 20-25 മിനിറ്റ് ഡ്യൂറേഷനിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു 34-35 പേജസുള്ള ഒരു റിപ്പോർട്ടാണ് ഈ കുട്ടീൻ്റെത് നമുക്ക് കിട്ടുക. ഈ റിപ്പോർട്ടിൽ നമ്മൾ കറക്റ്റ് ഈ കുട്ടീൻ്റെ സ്കിൽ എവിടെയാണ്, ഈ കുട്ടിക്ക് സ്കിൽ ഇല്ലാത്തത് എവിടെയാണ്, ഈ കുട്ടിയുടെ വീക്ക്നെസ് എന്താണ്, ഈ കുട്ടീൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ ഈ കുട്ടി എവിടെ പോയാൽ ഈ കുട്ടിയുടെ ക്യാരക്ടറുമായിട്ട് അല്ലെങ്കിൽ സ്വഭാവമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റില്ല, ഈ കുട്ടിയുടെ ഏത് അറ്റ്മോസ്ഫിയറിൽ ഈ കുട്ടിയെ വിടാൻ പാടില്ല, ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് അസസ്മെൻറ്റ് നമ്മൾ നടത്തും. ഇതൊക്കെ നടത്തിയിട്ട് നമ്മൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ സപ്പോസ് ചില കുട്ടികളെ നമുക്ക് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ എന്തായാലും വിടണം. കാരണം വെച്ചാൽ അവൻ്റെ ആ ഒരു കേരളത്തിൽ പഠിച്ചാൽ ഒരു പക്ഷേ അവൻ്റെ ഒരു നേച്ചർ അങ്ങനെയല്ല, അവൻ പുറത്തൊക്കെ പോയി പഠിച്ച് വളരേണ്ട ഒരാളാണ്. അതൊക്കെ നമ്മളത് ആ ഒരു അസസ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. അപ്പം ചില കോഴ്സുകൾ സ്റ്റുഡൻസ് എടുത്താൽ മിക്കതും കുട്ടികൾ കോഴ്സ് എടുത്തിട്ടാണ് വരിക. അപ്പം നമ്മൾ പറയും, പക്ഷെ ഒരു കോഴ്സ് എടുത്ത് വരുന്ന കുട്ടികളൊരു 60-70% ആ കോഴ്സ് തന്നെ ആയിരിക്കും അവരുടെ ടെസ്റ്റ്, ഒരു 30% മാറ്റം വരും. അപ്പോൾ ഈ കുട്ടികളോട് നമ്മൾ പറയും, നിങ്ങൾ ഈ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. അതിൻ്റെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, കോഴ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടിയുടെ ആ ഒരു ഇൻബോർഡിലുള്ള സാധനം പുറത്തു വരും. സർ ഓക്കെ ഫൈൻ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് നല്ല ഒരു സംഭവം ചൂസ് ചെയ്ത് കൊടുത്തിട്ട് എവിടെയാണോ അവർക്ക് പ്ലേസ്ഡാക്കാൻ പറ്റുക ആ ഒരു പ്ലേസിനാക്കാൻ പറ്റുന്ന കോളേജിൻ്റെ ലിസ്റ്റ് നമ്മളെടുക്കും. ഈ ലിസ്റ്റ് എടുത്ത് ഇവരായിട്ട് ഡിസ്കഷൻ ചെയ്യും. ഇത്രയും കോളേജസൊക്കെ ഉണ്ട്, ഇതൊക്കെ കമ്പാരറ്റീവ്ലി നിങ്ങളെ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിലുള്ള ക്യാമ്പസുകളാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല സംഭവങ്ങളാണ്. ഡീമെറിറ്റ്സും നമ്മൾ പറഞ്ഞു കൊടുക്കും.
ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇവരോട് ചോദിക്കും, നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ തന്നെ എടുക്കണമെന്ന് ഞങ്ങൾ പറയില്ല. ഇഫ് യു ആർ ഓക്കെ വി ക്യാൻ ഗോ ടു ബാംഗ്ലൂർ. ചെന്നൈയിലാണെങ്കിൽ ഇഫ് യു ആർ ഓക്കെ വി ക്യാൻ ഗോ ടു ചെന്നൈ, വി ക്യാൻ സീ ദ നമുക്ക് ക്യാമ്പസൊക്കെ കണ്ടിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള സർവീസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാരൻസിന് ഇപ്പോൾ ബാംഗ്ലൂരാണ് അഡ്മിഷൻ വേണ്ടെങ്കിൽ ബാംഗ്ലൂർ കോളേജ് വിസിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മൾ. അത് മിക്കത് ഓരോ വീക്കിലാണ് നമ്മൾ പോകുന്നത്. ഒരു വീക്കിൽ ഒരു 4-5 പാരൻസിനും സ്റ്റുഡൻസിനും കൊണ്ട് നമ്മൾ ബാംഗ്ലൂരാണെങ്കിൽ ഒരു കോളേജൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഈവനിങ് ആ ഒരു രാവിലെ 9 മണിക്ക് കോളേജ് നോക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണി 4-5 കോളേജ് കാണും. എന്നിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് ഈ കുട്ടി പറയണം എനിക്ക് എക്സ് എന്ന് പറഞ്ഞ കോളേജ് വേണം, വൈ എന്ന് പറഞ്ഞ കോളേജ് വേണം. ഇതാണ് എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ ഒരു കോളേജിൻ്റെ മാർക്കറ്റിംഗ് ഏറ്റെടുത്ത് വന്നിട്ട് ആ കോളേജ് എത്ര തല്ലിപ്പൊളി കോളേജാണെങ്കിലും അത് അടിച്ചേൽപ്പിക്കുന്നൊരു സംഭവമാണത്. അത് ചെയ്യരുത്. അപ്പോൾ ഇടിയുമാളിൽ നമ്മൾ ഈ ഒരു പ്രൂഫ് എന്നുള്ളൊരു സംഭവത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ് എല്ലാം കുട്ടികൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണം. ഇപ്പോൾ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ കളക്ടിങ് മണി ഫ്രം പാരൻസ്. ഫീസ് ഇനത്തിൽ നമ്മൾ പൈസ വി നീഡ് ടു ഗിവ് ദ ബെറ്റർ തിങ്സ്. നമ്മളതിൽ ബാധ്യസ്ഥരാണ് നമ്മളത് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നിരന്തരം ചെയ്യുക. അപ്പോൾ എൻ്റെ സ്റ്റാഫായാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിരന്തരം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളാണ് ബെസ്റ്റ് കോളേജസ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ, തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ ഒക്കെ നോക്കിയിട്ട് അത് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് വി നെവർ ഗിവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇടിയുമുള്ള നിങ്ങൾക്ക് വന്നിട്ട് എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ മീറ്റ് ചെയ്യാം. പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളുടെ അടുത്ത് വരണം എന്നില്ല, എങ്കിലും ഇതേപോലുള്ള പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏജൻസിയിൽ പോകുക എന്നുള്ളതാണ് 100%. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ വീഡിയോ കണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ എൻ്റെ അടുത്ത് കാണാൻ കഴിയാത്ത ആൾക്കാരോ ഡിസ്റ്റൻസൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഇതേപോലെ കാലങ്ങളായിട്ട് പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന കുട്ടികളെ നന്മ ഉദ്ദേശിക്കുക. അത് നിങ്ങൾക്ക് 1-2 തവണ ആ കോളേജ് ആ ഒരു ഓഫീസിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ടൈം എടുത്തിട്ട് അഡ്മിഷൻ എടുത്തോ. നിങ്ങൾ ആരും ഹറിബറി ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹറിബറി ആവണ്ട. കാരണം എന്ന് വെച്ചാൽ അവിടേക്ക് സീറ്റുകളൊക്കെ അവിടെ ഉണ്ടാവും. ഇനി ആ കോളേജ് അങ്ങ് സീറ്റ് ഇല്ലെങ്കിൽ വേറെ കോളേജിൽ സീറ്റ് ഉണ്ടാവും. നിങ്ങൾ ഹറിബറി എടുത്തിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട എന്നുള്ളത് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പുതിയ ഇൻഫർമേഷൻസ് കിട്ടി. സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ പാരൻസിനാണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇതെന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത്, എസ്പെഷ്യലി ഈ അന്യ സംസ്ഥാനങ്ങളിൽ പോകുന്ന സംഭവങ്ങളും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്. അതൊരു പക്ഷേ നമുക്ക് പിന്നീടൊരു അവസരത്തിലാകാം. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ സാറിനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ആഗ്രഹമുള്ളവർക്ക് മഞ്ചേരി EDU മോളിലാണ് എഡ്യൂപ്രൂഫ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ വന്ന് നേരിട്ട് കാണാം. അതുപോലെ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലും നമ്മളുടെ ഓഫീസുണ്ട്. സോ അവിടെ വന്നിട്ടും സാറിനെ മീറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. I had a nice time with you, Ashadi. Thank you, sir. Thank you.